ഹായ് ഹലോ നമസ്കാരം. എല്ലാരും പരീക്ഷയുടെ ചൂടിലായിരിക്കുന്ന എനിക്കറിയാം. യാതൊരുവിധ ടെൻഷനും വേണ്ട. നമ്മൾ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ലൈവൊക്കെ വളരെ വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ക്ലാസ്സിൽ ലൈവ് കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാര് പെന്നും പേപ്പറും ആയിട്ട് ഇരിക്കുക. അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, എന്നിട്ട് അത് പഠിക്കുക. ഇപ്പൊ ലൈവിനകത്ത് എന്തൊക്കെയാണോ K3 നാച്ചുറൽ സയൻസിലുള്ളത് ആ ചാപ്റ്റേഴ്സിനെ പറ്റാവുന്നത്രയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ലൈവ് എടുത്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെയുള്ള ഓപ്ഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ K3 എക്സാം വരുന്നു. K1, K2, K3 എക്സാം ഒക്കെ വരുമ്പോ അതിന്റെ ആൻസർ കീ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്നൊക്കെ ഇടണം. അപ്പൊ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ റെക്കോർഡഡ് ആയിട്ടുണ്ടാവും അല്ലെ. വളരെ കുറച്ച് ദിവസം നമ്മുടെ മുമ്പിൽ, അതായത് 1-2 ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ 1-2 ദിവസത്തിനകത്ത് നമുക്ക് മാക്സിമം തലയ്ക്കകത്ത് കയറ്റി അത് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോ ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ ശബ്ദമൊക്കെ വളരെ അരോചകമായ എന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും. ഇന്നത് പറഞ്ഞല്ലോ എന്ന് ഓർക്കും. എക്സാം ഹാളിൽ എന്നെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അല്ലെ. നമ്മുടെ എല്ലാ ലൈവുകളിലും ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ പ്രത്യേകതകളാണ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് വിത്ത് PDF, ലൈവ് ക്ലാസ്സസ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ, ഡെയിലി ടൈം ടേബിൾ, വീക്ക്ലി റിവിഷൻ, NCERT plus NCERT content, mock test and 5 model tests, PYQ discussion, subject wise 250 questions with explanation, 1000 plus psychology sure short questions, 1000 plus subject plus language sure short question, personal mentorship and follow up. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് പോയാൽ റെഡി അല്ലേ? ഹായ് ഒക്കെ പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. കേൾക്കുന്ന എല്ലാവരും കുറച്ച് സമയത്തേക്ക് ഉണ്ട്. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാ പോർഷൻസും കവർ ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഒപ്പം നിൽക്കണം. കാരണം നിങ്ങളുടെ ഊർജ്ജമാണ് എന്റെ ക്ലാസ് എടുക്കാനുള്ള ഊർജ്ജം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് ഊർജ്ജം തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുന്ന ഒരു വൈബ്രന്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവസാനം എത്തുമ്പോഴേക്കും ഈ വൈബ്രന്റ് ആയിട്ട് ഉണ്ടാവാതെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങും അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഭയങ്കര ബോറായി പോകും. അതുകൊണ്ട് എനിക്കുള്ള ഊർജ്ജം, എനിക്കുള്ള എനർജി ബൂസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഹായ് 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 ഹായ്. അപ്പൊ തരുന്നു വിചാരിക്കുന്നു. ലവോ ഫയറോ ഒക്കെ ആയിട്ട് ഇടുക. എല്ലാം ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മള് K3 നാച്ചുറൽ സയൻസിൽ ലൈവ് ആരംഭിക്കുകയാണ്. എല്ലാവരും റെഡി അല്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ചോദിച്ചോളുക, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം. In which phylum do the adults show radial symmetry but the larvae show bilateral symmetry? Mollusca, Echinodermata, Arthropoda, Hemichordata. ഒരു പ്രയാസം ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. ഫൈലം സിമെട്രി പഠിപ്പിക്കുമ്പോ ഞാൻ കോഡ് പറഞ്ഞു തന്നിട്ട് സിമെട്രി ഓർക്കാനായിട്ട് അല്ലെ. നീ അതിനെ കുറിച്ച് വിശദമായിട്ട് മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല എങ്കിലും CCE സിലിൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡർമേറ്റിക് ആണ് റേഡിയൽ സിമെട്രി. അതുപോലെ നമ്മുടെ സ്പോഞ്ചസ്, ഫസ്റ്റ് ഫൈലമായ സ്പോഞ്ചസിന് എസിമെട്രി ആണ്. ദാറ്റ് ഈസ് വിത്തൗട്ട് സിമെട്രി. ഒരു സിമെട്രിയും ഇല്ലാത്ത ജീവികളാണ് സ്പോഞ്ചസ്. വളരെ അപൂർവമായിട്ട് കുറച്ച് പേര് സിമെട്രി കാണിക്കുന്നുണ്ടെങ്കിലും ജനറലി സ്പോഞ്ചസിന് സിമെട്രി ഇല്ല. അതുപോലെ സിലിൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡർമേറ്റിക് ആണ് റേഡിയൽ സിമെട്രി. ബാക്കി എല്ലാത്തിനും ബൈലാറ്ററൽ സിമെട്രി ആണ്. അതില് എക്കിനോഡർമേറ്റയെ കുറിച്ച് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എക്കിനോഡർമേറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡൽട്സ് ആർ റേഡിയലി സിമെട്രിക്കൽ ആണല്ലേ. അഡൽട്സ് ആർ റേഡിയലി സിമെട്രിക്കൽ, ലാർവേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. അങ്ങനെ കാണിക്കുന്ന ഫൈലമാണ് ഫൈലം എക്കിനോഡർമേറ്റ. സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, ബ്രിട്ടിൽ സ്റ്റാർ ഒക്കെ ഉൾപ്പെടുന്ന ഫൈലമാണ് എക്കിനോഡർമേറ്റ. ഈ എക്കിനോഡർമേറ്റയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? എക്കിനോഡർമേറ്റ എന്ന് പറഞ്ഞാൽ എക്കൈൻ, സ്പൈനി സ്കിൻഡ് അനിമൽസ് ആണ് എക്കിനോഡർമേറ്റ എന്ന് പറയുന്നത്. സ്പൈനി സ്കിൻഡ് ആയിട്ടുള്ള അനിമൽസ്. ഇതിനകത്ത് മുള്ളുണ്ട് അല്ലെ. സീ അർച്ചിൻ
കടൽ ചേന എന്നൊക്കെ പറയുന്ന സീ അർച്ചിന്റെ മുള്ളാണ് നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ സ്ലേറ്റ് പെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. സീ അർച്ചിൻ എന്ന് പറയുന്നതിന്റെ മുള്ളാണ്. സ്പൈനിയൽ സ്കിൻഡ് അനിമൽസ് ആണ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം ആണ് അല്ലെ. മറക്കരുത്, ആംബുലാക്രൽ സിസ്റ്റം ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ് നമ്മുടെ ഈ എക്കിനോഡർമേറ്റ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒരു ആംബുലാക്രൽ സിസ്റ്റം. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇങ്ങനെ 5 റേഡിയേറ്റിംഗ് ആംസ് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ അടിയില് ഗ്രൂസ് പോലെ സാധനം ഉണ്ടാവും. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കാലുകളായി ട്യൂബ് ഫീറ്റ് പുറത്തേക്ക് വരുന്നുണ്ടാവും അല്ലെ. ഇതിനെയാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആംബുലാക്രൽ സിസ്റ്റം എക്കിനോഡർമേറ്റയുടെ പ്രത്യേകത. സ്പൈനിയൽ സ്കിൻഡ് അനിമൽസ് എക്കിനോഡർമേറ്റയുടെ പ്രത്യേകത. അഡൽട്ട് റേഡിയലി സിമെട്രിക്കൽ, ലാർവേ ബൈലാറ്ററൽ സിമെട്രിക്കൽ എക്കിനോഡർമേറ്റയുടെ പ്രത്യേകത. അതുപോലെ മൗത്ത് ഓൺ ദി ലോവർ സൈഡ് ആൻഡ് ഏനസ് ഓൺ ദി അപ്പർ സൈഡ്, അതും ആരുടെ പ്രത്യേകതയാണ്? എക്കിനോഡർമേറ്റയുടെ പ്രത്യേകതയാണ്. വാട്ടർവാസ്കുലർ സിസ്റ്റം മറക്കുകയും ചെയ്യരുത്. ഇതൊക്കെ ഇത്രയൊക്കെ പ്രത്യേകതയുള്ള ഒരു ജീവിയാണ് നമ്മുടെ എക്കിനോഡർമേറ്റ എന്ന ഗ്രൂപ്പിൽ പെടുന്ന ജീവികൾ. ഇത്രയും കാര്യങ്ങൾ എക്കിനോഡർമേറ്റയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ ഓർക്കുക, മൗത്ത് ഓൺ ദി ലോവർ സൈഡ്, ഇങ്ങനെയാണ് മൗത്ത്, ഇവിടെയാണ്. അതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഫുഡ് പിടിക്കും. അതുപോലെ ഏനസ് ഓൺ ദി അപ്പർ സൈഡ്, ഏനസ് എന്ന് പറയുന്നത് അപ്പർ സൈഡിലാണ്. വാട്ടർവാസ്കുലർ സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ അഡൽട്ട് എന്ന് പറയുന്നത് റേഡിയലി സിമെട്രിക്കലും ലാർവ എന്ന് പറയുന്നത് ബൈലാറ്ററലി സിമെട്രിക്കലാണ്. അപ്പൊ എക്കിനോഡർമേറ്റയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ടായി അല്ലെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, റെഡി. അപ്പൊ അടുത്ത ചോദ്യം, which of the following is the correct dental formula of human adult? Which of the following is the correct dental formula of human adult? Human adultന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെന്റൽ ഫോർമുല എന്താണ് എന്നാണ് ചോദ്യം. ഹ്യൂമൻ അഡൽട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 2123/2123. നമ്മൾ 2123/2123 ആണ് കറക്റ്റ് ഡെന്റൽ ഫോർമുല. അത് പഠിക്കണം അല്ലെ. അതായത് നമുക്ക് നോക്കാം, നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെന്റീഷൻ ഈസ് സെറ്റ് ടു ബി ഹെറ്ററോഡോണ്ട് ഡെന്റീഷൻ. ഹെറ്ററോഡോണ്ട് ഡെന്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെറ്ററോ ഡിഫറെന്റ് ഏതൊക്കെയാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് പറയുന്നത് ഇൻസിസേഴ്സ്, അതുപോലെ കനൈൻസ്, പ്രീമോളാസ്, then മോളാസ്. 4 ഡിഫറെന്റ് ടൈപ്പ് പല്ലുള്ളതുകൊണ്ട് നമ്മള് ഹെറ്ററോഡോൺ ഡെന്റീഷൻ ആണെന്ന് പറയും. അതുപോലെ മനുഷ്യന്റെ പല്ലുകള് ടീത്ത് ആർ അറേഞ്ച് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദ ജോബോണിലെ സോക്കറ്റിനകത്താണ് ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡെന്റീഷൻ എന്ത് വിളിക്കും? തിക്കോഡോൺ ഡെന്റീഷൻ എന്ന് വിളിക്കും അല്ലെ. തിക്കോഡോൺ ഡെന്റീഷൻ. നമ്മള് പല്ലൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉണ്ടാവും. അപ്പർ ജോയിലും ലോവർ ജോയിലും സോക്കറ്റ് അഥവാ കുഴിക്കകത്താണ് പല്ലിരിക്കുന്നത്. അതുകൊണ്ട് തിക്കോഡോൺ ഡെന്റീഷൻ എന്ന് പറയും. ഹെറ്ററോഡോൺ ഡെന്റീഷൻ ആണ്, തിക്കോഡോൺ ഡെന്റീഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഡിഫിയോഡോൺ ഓൾസോ. ഡിഫിയോ അല്ലെങ്കിൽ ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് പല്ലാണ്. അതായത് പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും എന്ന് മലയാളത്തിൽ പറയും. മിൽക്ക് ടീത്ത് ആൻഡ് പെർമനന്റ് ടീത്ത്. മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് പല്ലുള്ളതുകൊണ്ട് ഡിഫിയോഡോൺ ഡെന്റീഷൻ എന്നും പറയും. Human dentition is diffiodon, thicodon and heterodon dentition. Human dentition is diffiodon, thicodon and heterodon. അപ്പൊ നമ്മൾ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ നോക്കോ, 2123/2123. 2123 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് ഇൻസിസേഴ്സ്, 2 canines, 1 premolars, 2 molars, 3. ഇങ്ങനെയാണ് അത് എഴുതുന്നത്. അതായത് നമ്മുടെ ഇത് അപ്പർ ജോ, ഇത് ലോവർ ജോ. അപ്പൊ നമ്മളിവിടെ 2123 എന്ന് അപ്പറിൽ എഴുതുന്നത് അപ്പർ ജോയിലെ പകുതി പല്ലുകളുടെ എണ്ണമാണ്. അപ്പർ ജോയിലെ പകുതി പല്ലുകളുടെ എണ്ണമാണ് 2123. താഴെ എഴുതുന്നത് ലോവർ ജോയിലെ പകുതി പല്ലുകളുടെ എണ്ണമാണ്. അപ്പൊ അപ്പർ ജോയില് 2 ഇൻസിസേഴ്സ് ആണെങ്കിൽ, ഒരു പകുതിയിൽ 2 ഇൻസിസർ ആണെങ്കിൽ മറ്റേ പകുതിയിലും 2 ഇൻസിസേഴ്സ്. അപ്പൊ ടോട്ടൽ 4 ഇൻസിസേഴ്സ് ആണ് അപ്പർ ജോയിൽ. കനൈൻസ് ആണെങ്കിലോ 1 + 1 2, പ്രീമോളാസ് 2 + 2 4, മോളാസ് 3 + 3 6. 6 4 12 12 4 16 പല്ലുകളാണ് അപ്പർ ജോയിൽ ഉള്ളത്. അതുപോലെ ലോവർ ജോയിൽ എത്രയാണ്? 16 പല്ല്. 16 + 16 32 പല്ലുകളാണ് നമുക്ക് ആകെ ഉള്ളത്. Human dentition is said to be thicodon, diffiodon, heterodon, and human dental formula is
2123/2123. ഈ പല്ലുകൾ എന്ന് പറയുന്നത് കട്ട് ചെയ്യാനും ടിയർ ചെയ്യാനും ചൂ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനുമാണ്. ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. പ്രീമോളാസും മോളാസും ചൂ ചെയ്ത് ഗ്രൈൻഡ് ചെയ്താൽ സഹായിക്കുമെങ്കിൽ കട്ട് ചെയ്യാൻ ഇൻസിസേഴ്സും കനൈൻസ് ടിയർ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉള്ള പല്ലുകളായതുകൊണ്ട് ഹെറ്ററോഡോണ്ടന്റേഷൻ എന്നും സോക്കറ്റിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തീക്കോഡോണ്ടന്റേഷൻ എന്നും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ടീത്ത് ഉള്ളതുകൊണ്ട് ഡിഫിയോഡോണ്ടന്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഡെന്റൽ ഫോർമുലയാണ് 2123/2123. മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. The volume of air that remains in the lungs even after a forcible expiration is tidal volume, residual volume, expiratory reserve volume, അതുപോലെ vital capacity. ഇതില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വോള്യൂംസ് പഠിക്കുന്നുണ്ട്. ആ വോള്യൂംസ് ഒക്കെ തന്നെയും നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് നമ്മൾ വളരെ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള എയറിനെ പറയുന്നതാണ് ടൈഡൽ വോള്യൂം എന്ന് പറയുന്നത്. 500 ml ആണ് വരുന്നത്. ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം എടുക്കും? ഒരു മിനിറ്റിൽ നമ്മൾ 12 പ്രാവശ്യം ബ്രീത്ത് എടുക്കും. ആ റെസ്പയർ ചെയ്യുന്ന 12 പ്രാവശ്യം 12 × 5 12 × 500 5 12 × 500 15 60 6000 6000 to 8000 ആണ് പെർ മിനിറ്റിൽ നമ്മുടെ ടൈഡൽ വോള്യൂം വരുന്നത്. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം നമ്മൾ 500 ml ആണ് ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന എയറിന്റെ അളവ്. അങ്ങനെ ഒരു മിനിറ്റില് നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുന്ന ബ്രീത്ത് ആണ് 500 ml. അങ്ങനെ ഒരു മിനിറ്റില് 12 പ്രാവശ്യം 10 to 12 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഏകദേശം 6000 to 8000 വരും. ഇതാണ് ടൈഡൽ വോള്യൂം. റെസിഡ്യുവൽ വോള്യൂം എന്ന് പറഞ്ഞാല് എത്ര ശക്തിയായിട്ട് നമ്മള് ഉള്ളിലേക്ക് എയർ എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞാലും കുറച്ചൊക്കെ എയർ എവിടെ നിൽക്കും? കുറച്ചൊക്കെ എയർ വഴിയിൽ തങ്ങി നിൽക്കുന്ന പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് കളയാൻ പറ്റില്ല. അപ്പൊ ഫോഴ്സിബിൾ ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്താലും നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്ന എയറിനൊരു അളവുണ്ട്. ബാക്കി എവിടെ വഴിയിൽ തങ്ങി നിൽക്കുന്ന എയറിനെയാണ് റെസിഡ്യുവൽ വോള്യൂം. റെസിഡ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവിടെ ബാക്കി വരുന്ന എന്നുള്ളതാണ് റെസിഡ്യുവൽ വോള്യത്തിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ റെസിഡ്യുവൽ വോള്യൂം എന്ന് പറയുന്നത് തങ്ങി നിൽക്കുന്ന സാധനത്തിനെയാണ് റെസിഡ്യുവൽ വോള്യൂം എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്പിറേറ്ററി റിസർവ് വോള്യം. എന്താണ് ഈ എക്സ്പിറേറ്ററി റിസർവ് വോള്യം എന്ന് പറഞ്ഞാൽ? എക്സ്പിറേറ്ററി റിസർവ് വോള്യം. ഓക്കെ, അപ്പൊ ടൈഡൽ വോള്യം ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. റെസിഡ്യുവൽ വോള്യം തങ്ങി നിൽക്കുന്നതാണ് എക്സ്പിറേറ്ററി റിസർവ് വോള്യം എന്ന് പറഞ്ഞാൽ ദ മാക്സിമം വോള്യം ഓഫ് എയർ. മാക്സിമം വോള്യം ഓഫ് എയർ ഏകദേശം ടിപ്പിക്കലി പറഞ്ഞാൽ 1000 to 1100 1200 ഒക്കെയാണ്. ഇത് that can be forcibly exhaled after a normal quiet breath. നമ്മൾ വളരെ നോർമൽ ആയിട്ട് ഉള്ളിലേക്ക് എയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്ന മാക്സിമം വോള്യൂം ഓഫ് എയറിനെയാണ് എക്സ്പിറേഷൻ വഴി പുറത്തേക്ക് കളയാൻ പറ്റുന്ന മാക്സിമം വോള്യൂം ഓഫ് എയറിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ വോള്യൂം ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ ഈസ് റെസിഡ്യുവൽ വോള്യൂം. എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാം പഠിക്കണം, അതുകൊണ്ട് എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി ഓരോരുത്തരുടെ ഓരോ വ്യത്യാസമാണ്. പക്ഷെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വൈറ്റൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അത്ലറ്റിന്, നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ മാക്സിമം വോള്യൂം ഓഫ് എയർ ദാറ്റ് എ പേഴ്സൺ ക്യാൻ എക്സൈൽ ഫ്രം ദെയർ ലങ്സ് ആഫ്റ്റർ എ മിനിമൽ ഇൻഹലേഷൻ. ഒരു മിനിമൽ ആയിട്ടുള്ള ഇൻഹലേഷന് ശേഷം മാക്സിമം വോള്യൂം ഓഫ് എയർ പുറത്തേക്ക് കളയാൻ പറ്റുന്ന മാക്സിമം വോള്യൂം ഓഫ് എയറിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഉള്ളിൽ കിടക്കുന്ന എയറിന്റെ അളവും പുറത്തേക്ക് കളയുന്ന എയറിന്റെ അളവും ഒക്കെ കൂട്ടാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ പറ്റുന്നതാണ് അർത്ഥം. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ടൈഡൽ വോള്യം, എക്സ്പിറേറ്ററി റിസർവ് വോള്യം, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യം, റെസിഡ്യുവൽ വോള്യം ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. +1 ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്നുള്ള ലെസണിൽ ഒരു 4 വോള്യൂംസ്, ടൈഡൽ വോള്യം, എക്സ്പിറേറ്ററി റിസർവ് വോള്യം, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യം, റെസിഡ്യുവൽ വോള്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ഇതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 8 എണ്ണത്തിന്റെ വോള്യൂം വാല്യൂസ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, പക്ഷെ അത് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഇത് എപ്പോഴും ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്.
എന്താണ് നമ്മുടെ പേസ് മേക്കർ എന്നുള്ള ചോദ്യം അല്ലെ? എന്താണ് ഈ പേസ് മേക്കർ എന്ന് പറയുന്ന ചോദ്യം? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്, അതിനെയാണ് SA നോഡ് എന്ന് പറയുന്നത്. SA നോഡ് എന്താന്ന് പറയാം. ഓക്കെ, SA നോഡ് എന്ന് ഞാൻ ഇവിടെ വരയ്ക്കാം. അതായത് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട്, ഞാൻ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പറാണ്. മായ്ക്കാൻ നിന്ന് എപ്പോഴും ചിലപ്പോൾ മായ്ക്കാൻ പറ്റിയതല്ല. അപ്പൊ പേസ് മേക്കർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് നമ്മുടെ ഇത് 4 ചേമ്പർ, 4 ചേമ്പറിൽ മുകളിലത്തെ ചേമ്പറിൽ ഞാൻ കുത്തിട്ടിരിക്കുന്ന ചേമ്പറാണ് റൈറ്റ് ഏട്രിയം. അത് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഇവിടെ ഞാൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ എഴുതാം. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ അപ്പർ ചേമ്പേഴ്സ് ആർ കോൾഡ് ഏട്രിയം, ലോവർ ചേമ്പേഴ്സ് ആർ കോൾഡ് വെൻട്രിക്കിൾ. അപ്പൊ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണർ കാണുന്ന നോഡൽ ടിഷ്യൂ ആണ് SA നോഡ് എന്ന് പറയുന്നത്. SA നോഡിനെയാണ് ഹാർട്ട് ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. മാക്സിമം ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതാണ് SA നോഡ് എന്ന് പറയുന്നത്. ഏകദേശം 70 മുതൽ 75 വരെ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് 1 മിനിറ്റിൽ 72 പ്രാവശ്യമായി നിലനിൽക്കുന്നത്. മാക്സിമം ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് SA നോഡിനെ ആ റിതം അല്ലെങ്കിൽ ആ പേസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. SA നോഡ്, സിനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നതാണ് SA നോഡ് എന്ന് പറയുന്നത്. റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിലാണ് SA നോഡ് ഉള്ളത്. റൈറ്റ് ഏട്രിയത്തിന്റെ ലെഫ്റ്റ് ലോവർ കോർണറിലാണ് AV നോഡ് ഉള്ളത്. രണ്ടും ഒന്ന് ഓർത്തുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, which of the following conditions causes a shift of the oxygen hemoglobin dissociation curve to the right? ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്താണെന്ന് ആദ്യം പഠിക്കാം. അതിനുശേഷം അതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. എന്നിട്ട് നമുക്കിത് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ചില 1-2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോണ്ട. ചിലപ്പോൾ എന്റെ കടലും പെട്ടൂന്ന് വരില്ല. ഞാൻ ഓടിച്ച് വായിക്കുമ്പോൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. Which of the following conditions causes a shift of the oxygen hemoglobin dissociation curve to the right? നമ്മൾ ആദ്യം ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് വരയ്ക്കണം. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാർക്ക് ചെയ്യും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഒരു ഗ്യാസിന്റെ പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. പ്രഷർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ മിക്സ്ചർ ഓഫ് ഗ്യാസ്, ഒരു കൂട്ടം ഗ്യാസുകളുടെ ഇടയിൽ ഒരു ഗ്യാസിന്റെ പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയും. ആ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വരയ്ക്കുകയാണ് ഇവിടെ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ പെർസെന്റേജ് സാച്ചുറേഷൻ വരയ്ക്കുകയാണ്. പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിനില് 4 ഹീം യൂണിറ്റ് ആണ് ഉള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഹീമോഗ്ലോബിനില് 4 ഹീം യൂണിറ്റ് ആണ് ഉള്ളത്. ഒരു ഹീം യൂണിറ്റിന് എടുക്കാൻ പറ്റുന്ന ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പൊ 4 ഹീം യൂണിറ്റ് എടുക്കാൻ പറ്റുന്ന ഓക്സിജന്റെ എണ്ണം 4. The maximum number of oxygen molecules that can be accommodated by a hemoglobin molecule is 4. അതായത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. Such a hemoglobin is said to be saturated hemoglobin. അങ്ങനത്തെ ഒരു ഹീമോഗ്ലോബിനെ നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മളൊരു സാച്ചുറേറ്റഡ് കണ്ടീഷൻ എത്തും. പഠിച്ച് നമ്മുടെ തലയ്ക്കകത്ത് ഈ സാധനങ്ങളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു കിളി പോയ പോലെ ഇരിക്കും അല്ലെ. അതായത് ഇനി ഒന്നും കേറില്ല എന്നുള്ള അവസ്ഥ വരും. അതാണ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ. അപ്പൊ ആ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെയാണ്. അതിന് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പൊ സാച്ചുറേറ്റഡ് ആയി. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സിഗ്മോയിഡ് ഗ്രാഫ് ആയിരിക്കും. എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്താന്ന് മനസ്സിലായി. Okay, but which of the following conditions causes the shift of oxygen hemoglobin dissociation curve to the right? അപ്പൊ ആദ്യം നമ്മൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്താന്ന് നോക്കാം. കർവ് ഇതാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെയും പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിനെയും നമ്മൾ ഒരു ഗ്രാഫ് ആയിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ആണ് സിഗ്മോയിഡ് കർവ് എന്ന് പറയുന്നത്. എസ് ഷേപ്ഡ് ഗ്രാഫ്.
ഇതിനെയാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്സിജനെ നമ്മൾ എവിടെ കൊണ്ടേ കൊടുക്കണം? ഓക്സിജനെ നമ്മൾ കൊടുക്കുന്നത് സെല്ലിനാണ് ഓക്സിജൻ ആവശ്യം. എവിടുന്ന് കൊണ്ടേ കൊടുക്കണം? അത് ആൽവിയോളയിൽ കൊണ്ട് കൊടുക്കണം. അപ്പൊ ആൽവിയോളേ ടു സെൽ അല്ലെങ്കിൽ ആൽവിയോളേ ടു ടിഷ്യൂ ആണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ എവിടെയാണുള്ളത്? ആൽവിയോളയിലാണുള്ളത്. അപ്പൊ ആൽവിയോളയിൽ എവിടെയാണോ ഹൈ പ്രഷർ അല്ലെങ്കിൽ എവിടെയാണോ ഹൈ ആയിട്ടുള്ളത് അവിടെ നിന്നാണ് ലോ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആൽവിയോളയിലാണ് ഓക്സിജൻ കൂടുതലുള്ളത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആണെന്ന് പറയുമ്പോൾ, ഒരാൾ ഹൈ ആണെന്ന് പറയുമ്പോൾ മറ്റേ ആൾ കുറവായിരിക്കുമല്ലോ. മറ്റേ ആൾ എങ്ങനെയായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലോ. അതുപോലെ ടെമ്പറേച്ചർ ഈസ് ലോ. H+ അയോൺ കോൺസെൻട്രേഷനും ലോ. അപ്പൊ ഇങ്ങനെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും ബാക്കി എല്ലാം കുറവുമാണ് ആൽവിയോളയിൽ. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ദീസ് ആർ ദ കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആൽവിയോളയിലെ കണ്ടീഷനാണ്. ആൽവിയോളയിലെ കണ്ടീഷൻ എന്താണ്? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കുറവാണ്, ബാക്കിയെല്ലാം കുറവ്. കൂടുതലുള്ളിടത്ത് കൂടുതലുള്ള സ്ഥലത്തെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹീമോഗ്ലോബിൻ എവിടെയാണോ ഓക്സിജൻ കൂടുതലുള്ളത് അവിടെ ആയിട്ട് ചേരും. അപ്പൊ എവിടെയാണ് കൂടുതലുള്ളത്? ആൽവിയോളയിൽ. എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഓർക്കുക. അതായത് നമ്മുടെ ഓക്സിജന് ആവശ്യം ആർക്കാ? സെല്ലിന് അല്ലെങ്കിൽ ടിഷ്യൂവിനാണ്. അപ്പൊ അവിടേക്ക് എത്തിക്കണം. എവിടുന്ന് എത്തിക്കും? ആൽവിയോളയിൽ നിന്ന് എത്തിക്കും. ആൽവിയോളയിൽ നിന്നാണ് ഓക്സിജൻ ടിഷ്യൂവിലേക്ക് പോകേണ്ടത്. ആൽവിയോളയിൽ കൂടുതൽ ഉണ്ടെങ്കിലല്ലേ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതലുള്ള ആൽവിയോളയില് ഓക്സിജനും ഹീമോഗ്ലോബിനും ആയിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവും. അപ്പൊ ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് ഓക്സിജൻ കൂടുതലായിട്ട് വേണം. അത് എവിടെയാ ഉള്ളത്? ആൽവിയോളയിൽ. In the alveoli, partial pressure of oxygen is high, partial pressure of carbon dioxide, temperature and hydrogen ion concentration is low. These are the conditions favorable for the formation of oxyhemoglobin. ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു, സെല്ലും ടിഷ്യൂലൊക്കെ എത്തുമ്പോൾ ഡിസോസിയേഷൻ നടക്കുന്നു. ഇവിടെ ചോദിച്ചത് നമ്മുടെ ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇവിടെ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, ഹൈ pH കൂടുതലാണ്, ഹൈ ടെമ്പറേച്ചർ കൂടുതലാണ്, ലോ H+ അയോൺ കോൺസെൻട്രേഷൻ, H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിന്റെ ഷിഫ്റ്റ് എന്ന് നോക്കാം കേട്ടോ. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അപ്പൊ നിങ്ങള് പിന്നെന്താ പറയാ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചിന്തിക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് വരുന്നത്? ഇതിനെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബോർ ഇഫക്റ്റ് എന്ന് പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബോർ ഇഫക്റ്റ് ഒക്കെ അല്ലെ? ബോർ ഇഫക്റ്റ് എന്ന് പറയും. ബോർ ഇഫക്റ്റ് ആണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം. അതായത് റെഡ്യൂസ്ഡ് അഫിനിറ്റി എന്ന് പറയും. ഇവിടെ എന്താ വെച്ചാല് ഇൻക്രീസ്ഡ് PCO2. അപ്പൊ ഇതല്ല, ഇൻക്രീസ്ഡ് PCO2 അല്ല. അപ്പൊ അതൊരു കാരണമാണ്. ഇവിടെ ലോ ആണ് എഴുതിയിരിക്കുന്നത്, അതല്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, അത് ശരിയാണ്. ഇത് pH ആണല്ലേ? ശരി. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ശരിയാണ്. ഡിക്രീസ്ഡ് pH, ഇവിടെ ഹൈ pH ആണ്, അതുകൊണ്ട് തെറ്റാണ്. അതുപോലെ ഇതും തെറ്റാണ്. ഉത്തരം എന്താണ്? ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പൊ അവിടെ എഴുതുക ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്, ദിസ് ഇഫക്ട് ഈസ് നോൺ ആസ് ബോർ ഇഫക്ട്. അത്ര എഴുതുക. ഏതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് ഉള്ളത് ഇപ്പൊ നോട്ട് ചെയ്തോളാം. ഒന്ന്, ഡ്യൂ ടു ഇൻക്രീസ്ഡ് PCO2, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, decreased pH and increased 2,3-biphosphoglycerate, 2,3-BPG, biphosphoglycerate. ഇതാണ് ഇത്രയും കാര്യം. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which part of the nephron is
more impermeable to water but allows the transport of electrolyte. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് നെഫ്രോണിനെ കുറിച്ച് അറിയാതെ ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റില്ല. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് പാർട്ട് ഓഫ് ദ നെഫ്രോൺ ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ബട്ട് അലൗസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇവിടെ നമ്മള് നെഫ്രോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ നെഫ്രോണില് ഒരു ഡബിൾ വാൾഡ് കപ്ലൈറ്റ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഈ ഡബിൾ വാൾഡ് കപ്ലൈറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബൗമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഈ ബൗമാൻസ് കാപ്സ്യൂളിനകത്ത് കാണുന്ന ടഫ്റ്റ് ഓഫ് കാപ്പിലറിക്ക് പറയുന്ന പേരാണ് ഗ്ലോമറുലസ്. ഞാൻ എഴുതുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചായ അഫറന്റ് ആർട്ടീരിയോൾ അകത്തൊക്കെ കയറി അത് മൈന്യൂട്ട് കാപ്പിലറീസ് ആയ ഗ്ലോമറുലസ് ആയി അവിടെ നിന്ന് പുറത്തേക്ക് വരും. അതിനെ നമ്മൾ ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയും. ഈ ഇത്രയും ഭാഗത്തിനെ ബൗമാൻസ് കാപ്സ്യൂളിനെയും ഗ്ലോമറുലസിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മൽപീജിയൻ കോർപ്പസൽ. അത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു നെക്ക് പോലത്തെ ഭാഗമുണ്ട്, അവിടെയാണ് മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അതിനെ നമ്മൾ PCT എന്ന് പറയും. അത് കഴിഞ്ഞാൽ അവിടെ താഴോട്ടൊരു യു ഷേപ്പ് സ്ട്രക്ചർ ഉണ്ട്. ആ യു ഷേപ്പ് സ്ട്രക്ചറിനെയാണ് ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഹെൻലീസ് ലൂപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഭാഗമുണ്ട്, അതിനെ DCT എന്ന് പറയും. ഇത്രയും ഭാഗത്തിന്, അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് റീനൽ ട്യൂബ്യൂൾ. ഈ ഭാഗം മൽപീജിയൻ കോർപ്പസിലാണെങ്കിൽ ഇത് റീനൽ ട്യൂബ്യൂൾ. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കോയിൽ പോലത്തെ ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സ്പീഡിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നെഫ്രോൺ ആണ് കിഡ്നിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൽ തല പോലെ കാണുന്ന ഭാഗത്തിനെയാണ് ബൗമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്നത്. ബൗമാൻസ് കാപ്സ്യൂളിൽ കാണുന്ന ടഫ്റ്റ് ഓഫ് കാപ്പിലറി ആണ് ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസ് ബൗമാൻസ് കാപ്സ്യൂളോട് ചേർന്നതാണ് മൽപീജിയൻ കോർപ്പസ്. അവിടുന്ന് വരുന്ന റീനൽ ട്യൂബ്യൂൾ. ആരൊക്കെയുണ്ട്? PCT, ഹെൻലീസ് ലൂപ്പ്, DCT. അത് കഴിഞ്ഞാൽ കളക്ടിംഗ് ഡക്ട് ആണ് റീനൽ പെൽവിസിലേക്ക് തുറക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ഇത് താഴോട്ടാണ് വരുന്നത് അല്ലെ. ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ലിംബ് എന്നും ഇതിനെ നമ്മൾ അസെൻഡിങ് ലിംബ് എന്നും പറയും. ഒരിടത്ത് താഴോട്ടാണ് ഫ്ലോ എങ്കിൽ ഒരിടത്ത് മുകളിലോട്ടാണ് ഫ്ലോ. ഇയാൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ ചെയ്യുന്നത്. അതായത് ഒരാള് വാട്ടറിന് ഇംപെർമിയബിൾ ആണെങ്കിൽ മറ്റേയാള് വാട്ടറിന് പെർമിയബിൾ ആണ്. ഒരാൾ ഇലക്ട്രോലൈറ്റിന് പെർമിയബിൾ ആണ്, മറ്റേ ആള് ഇലക്ട്രോലൈറ്റിന് ഇംപെർമിയബിൾ ആണ്. അങ്ങനെ ഐക്യത്തിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കൗണ്ടർ കറന്റ് മെക്കാനിസം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൗണ്ടർ കറന്റ് മെക്കാനിസം. ഓക്കെ, അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? Which part of the nephron is impermeable to water but allows the transport of electrolyte? Impermeable to water. വാട്ടറിന് ഇംപെർമിയബിളും ഇലക്ട്രോലൈറ്റിന് പെർമിയബിളും ആയിട്ടുള്ള ഭാഗം ഏതാണ്? ഏതാണ് ഉത്തരം? ഇത് impermeable to water. വാട്ടറിന് impermeable ആണ്. ഏത് ഭാഗമാണ്? അസെൻഡിങ് ലിംബ്. അപ്പൊ ഈ ഭാഗമാണ് അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബ് മുകളിലോട്ട് പോകുന്ന ഈ ഭാഗമാണ് impermeable to water. വാട്ടറിന് impermeable ആണ്, വാട്ടറിനെ കടത്തിവിടില്ല. അതേസമയം ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതിൽ ഓരോരുത്തരുടെ ഫംഗ്ഷനും +1 NCERT ടെക്സ്റ്റില് excretory products and its elimination ഉള്ള ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. PCT, ഡിസെൻഡിങ് ലിംബ്, അസെൻഡിങ് ലിംബ്, DCT, കളക്ടിംഗ് ഡക്ട്. നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഉത്തരം അസെൻഡിങ് ലിംബ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് മയോഫൈബ്രിൽ ഈസ് സാർക്കോമിയർ, H സോൺ, A ബാൻഡ്, Z ലൈൻ. ഒന്ന് പറഞ്ഞേ. എന്താണ്? ഓക്കെ, നിങ്ങൾ ABCD എന്നൊക്കെ ഇടുമ്പോ ക്വസ്റ്റ്യൻ നമ്പർ കൂടി ഇട്ടാൽ വലിയ ഉപകാരം കേട്ടോ. അപ്പൊ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് മയോഫൈബ്രിൽ, നമ്മളൊരു മസിൽ ഫൈബർ അല്ലെങ്കിൽ മയോഫൈബറിലെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി വരയ്ക്കുകയാണെങ്കിൽ അതിൽ ലൈറ്റ് ബാൻഡ്സ് കാണാം. ഈ ലൈറ്റ് ബാൻഡ്സ് കാണാം. ഈ ലൈറ്റ് ബാൻഡ്സ് കാണുന്നതിനോടൊപ്പം തന്നെ അവിടെ ഡാർക്ക് ബാൻഡ്സും കാണാം. ഓക്കെ, ഡാർക്ക് ബാൻഡ്സും കാണാം. അപ്പൊ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ, ഒരു മയോഫൈബറിലെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ബാൻഡ്സും കാണാം, ഡാർക്ക് ബാൻഡ്സും കാണാം. അതില് ഇതാണ് ഡാർക്ക് ബാൻഡ്സ്. അതിനെ നമ്മൾ A ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് എന്ന് പറയും. A ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ I ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് ബാൻഡും കാണാം, ഡാർക്ക് ബാൻഡും കാണാം. ലൈറ്റ് ബാൻഡിനെ ഐസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ I ബാൻഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബാൻഡിനെ അനൈസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ A ബാൻഡ് എന്ന് പറയും.
ഓരോ ഐ ബാൻഡും ബൈസെക്ട് ചെയ്ത് കാണുന്ന ലൈനിനെ പറയുന്ന പേരാണ് ഇസഡ് ലൈൻ. ഈച്ച് ഐ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ എ ലൈൻ നോൺ ആസ് ഇസഡ് ലൈൻ. ഓക്കെ, ഇസഡ് ലൈൻ. അപ്പൊ ഇസഡ് ലൈൻ എന്താന്ന് മനസ്സിലായി, എ ബാൻഡ് എന്താന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത്, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഡാർക്ക് ബാൻഡ് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ നമ്മുടെ ഡാർക്ക് ബാൻഡ് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ ഡാർക്ക് ബാൻഡ് മാത്രം കാണുന്ന ആ സോണിനെ പറയുന്ന പേരാണ് എച്ച് സോൺ. എച്ച് സോൺ അല്ലെങ്കിൽ എ ബാൻഡ് മാത്രം കാണുന്ന ആ സോണിനെ പറയുന്ന പേരാണ് എച്ച് സോൺ. ഈ എച്ച് സോണിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ കാണും, അതിനെ പറയുന്ന പേരാണ് എം ലൈൻ. ഒന്നുകൂടെ പറയാം, നമ്മള് മയോഫൈബ്രൽസിനെ മൈക്രോസ്കോപ്പിൽ കൂടെ എക്സാമിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ലൈറ്റ് ബാൻഡ്സും ഡാർക്ക് ബാൻഡ്സും ഉണ്ടാവും. ലൈറ്റ് ബാൻഡ്സിനെ ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബാൻഡിനെ എ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയും. ഇതില് ലൈറ്റ് ബാൻഡിനെ ബൈസെക്ട് ചെയ്ത് കാണുന്ന ലൈൻ ആണ് ഇസഡ് ലൈൻ. ഡാർക്ക് ബാൻഡിലാണെങ്കിൽ ഡാർക്ക് ബാൻഡ് മാത്രം കാണുന്ന സ്ഥലത്തിനെ നമ്മൾ എച്ച് സോൺ എന്ന് പറയും. അതിനെ ബൈസെക്ട് ചെയ്ത് കാണുന്ന ലൈൻ ആണ് എം ലൈൻ എന്ന് പറയുന്നത്. രണ്ട് ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള സ്ഥലമാണ് സാർക്കോമിയർ. രണ്ട് ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള സ്ഥലമാണ് സാർക്കോമിയർ. എച്ച് സോണ് എ ബാൻഡ് മാത്രം കാണുന്ന സ്ഥലം. എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബാൻഡ് ആണ്. ഇസഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബാൻഡിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈനാണ്. രണ്ട് ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള സ്ഥലത്തിനെയാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. Sarcomere is the structural and functional unit of a myofiber. ഒരു മസിൽ ഫൈബറിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The pivot joint between atlas and axis is an example of fibrous joint, cartilaginous joint, synovial joint and saddle joint. അപ്പോ whenever two bones meet there is a joint. എവിടെയാണോ രണ്ട് ബോണുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ joints എന്ന് പറയും. Joints are of two types. One is fibrous joint. Fibrous joint is known as immovable joint. മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിന്റ് ആണ് ഫൈബറസ് ജോയിന്റ്. ഫൈബറസ് ടിഷ്യൂ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിനെ ഫൈബറസ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്മൂവബിൾ ജോയിന്റ്. എവിടെയാണ് ഇമ്മൂവബിൾ ജോയിന്റ് കാണുന്നത്? ഇമ്മൂവബിൾ ജോയിന്റ് എന്ന് പറയുന്നത് സ്കള്ളിലാണ് അല്ലെ. സ്കള്ളിൽ എത്ര ബോൺസ് ആണുള്ളത്? 8 ബോൺസ് ആണുള്ളത്. ഫ്രോണ്ടൽ, പരൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ, എത്മോയിഡ്, സ്ഫിനോയിഡ്. അതില് ഫ്രോണ്ടലും ടെമ്പറലും 2 എണ്ണം, ബാക്കിയെല്ലാം ഒന്നൊന്ന് വീതം. അപ്പൊ നമ്മുടെ സ്കള്ളില് 8 ബോൺസ് ആണുള്ളത്. ആ 8 ഓർമ്മയുണ്ടല്ലോ അല്ലെ, ആക്സിയൽ സ്കെൽറ്റൻ, അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ ഒക്കെ. സ്കള്ളില് 8 ബോൺസ് ആണ്. ഈ 8 ബോൺസിനെ സ്യൂച്ചേഴ്സ് വെച്ചാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതായത് ഫൈബറസ് ടിഷ്യൂ വെച്ചാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇത് 8 അനങ്ങമായിരുന്നെങ്കിൽ തല നമ്മുടെ കിടുകിടാ നാടിയാണ്. അത് ഫൈബറസ് ജോയിന്റ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ്. അടുത്തത് കാർട്ടിലേജിനസ് ജോയിന്റ് അല്ലെങ്കിൽ പാർഷ്യലി മൂവബിൾ ജോയിന്റ്. നമ്മുടെ ഈ വെർട്ടിബ്രയുടെ ഇടയിൽ കാണുന്ന ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിവരാനും കുനിയാനും ഒക്കെ സാധിക്കുന്ന ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി മൂവബിൾ ജോയിന്റ്സ് ആണ്. ജോയിൻഡ് ബൈ കാർട്ടിലേജസ്. കാർട്ടിലേജസ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള പാർഷ്യലി മൂവബിൾ ജോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും പിടുത്തം കിട്ടി. ഇനി അടുത്തതാണ് സൈനോവിയൽ ജോയിന്റ്സ്. ടിപ്പിക്കൽ ജോയിന്റിനെയാണ് സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. 2 ബോണുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നിടത്ത് ഇതാണ് ഒരു ബോൺ എന്ന് വിചാരിക്കാം. അടുത്ത ബോൺ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ കാണുന്ന ജോയിന്റ്സിനെ പറയുന്ന പേരാണ്, വരച്ച ബോണിന്റെ ഷേപ്പ് ഒക്കെ മാറി. ഇങ്ങനത്തെ ജോയിന്റ്സിനെയാണ് സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുന്നത്. സൈനോവിയൽ ജോയിന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതായത് മൂവബിൾ ജോയിന്റ്സ്, ടിപ്പിക്കൽ ജോയിന്റ് ആണ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നമ്മുടെ ഇവിടുത്തെ. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിലെ ജോയിന്റ്സും ഹിപ്പിലെ ജോയിന്റും. ബോൾ ഓഫ് വൺ ബോൺ ഫിറ്റ്സ് ഇൻ ടു ദ സോക്കറ്റ് ഓഫ് ദ അതർ ബോൺ. അതായത് നമ്മൾ കുഞ്ഞ് ഡോൾസ് ഒക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഡോൾസ് നമ്മൾ കൈയിനെ പേർത്തെടുക്കും, കാലിനെ പേർത്തെടുക്കും, തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെ അത് കൈയും കാലും അല്ലേ നമ്മൾ പേർത്തെടുക്കുക. തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? ഒരു ഭാഗത്ത് ഒരു ഉണ്ട പോലത്തെ ഭാഗം ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ഒരു കുഴിയായിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ കൈയുടെയും കാലിന്റെ അവസ്ഥ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ സംഭവം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ടു സൈനോവിയൽ ജോയിന്റ്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ജോയിന്റ് എന്ന് പറഞ്ഞാല് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് സൈനോവിയൽ ജോയിന്റ് എക്സാമ്പിൾ ആണ്. നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും ജോയിന്റ്സ് വിജാഗിരി സന്ധി എന്ന് പറയും. അതിലൊക്കെ വിജാഗിരി ഉള്ളത് കൊണ്ടാണ് അതിൽ ഒരു വശത്തേക്ക് മാത്രം അടയ്ക്കാനും തുറക്കാനും പറ്റുന്നത് അല്ലെ. അപ്പൊ അതാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. എൽബോ ജോയിന്റ്, നീ ജോയിന്റ്. ജോയിന്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ജോയിന്റിനകത്ത് പഠിക്കാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. വളരെ സിൻസിയർ ആയിട്ട് ഇരുന്നിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് അപ്പൊ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത് സൈനോവിയൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ഫൈബറസ് ജോയിന്റ് അല്ല,
ഈ പറഞ്ഞ കാർട്ടിലേജിനസ് ജോയിന്റ് അല്ല. ഇനി നമുക്ക് സൈനോവിയൽ ജോയിന്റ്സിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പറഞ്ഞു, ഹിഞ്ച് ജോയിന്റ് പറഞ്ഞു. പിവറ്റ് ജോയിന്റ് എന്താണ്? പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ മാലയിൽ മുത്തു ഓർക്കണ പോലെയുള്ള ജോയിന്റ്സ്. അറ്റ്ലസ് ആൻഡ് ആക്സിസ്, ഫസ്റ്റ് വെർട്ടിബ്രയും സെക്കൻഡ് വെർട്ടിബ്രയുമാണ് അറ്റ്ലസും ആക്സിസും. അവർ തമ്മിലുള്ള ജോയിന്റ് ആണ് നമ്മുടെ പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. പിവറ്റ് ജോയിന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സൈനോവിയൽ ജോയിന്റ്. അപ്പോ സൈനോവിയൽ ജോയിന്റ്സ് ആരൊക്കെയായി? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്. ഇനിയുള്ളൊരു ജോയിന്റ് എന്ന് പറയുന്നത് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഇതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഈ പറഞ്ഞ ഇവിടെ ഈ റിസ്റ്റിന്റെ ഭാഗത്തുള്ള ജോയിന്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്, സാഡിൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ കാർപ്പോ മെറ്റാകാർപ്പൽ ഓഫ് ദ തമ്പ്. നമ്മുടെ തമ്പിലെ കാർപ്പോ മെറ്റാകാർപ്പൽ അറിയാലോ അല്ലെ? ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്. അപ്പൊ കാർപ്പലും മെറ്റാകാർപ്പലും ഇടയിലുള്ള തമ്പിലെ അവിടുത്തേനെയാണ് നമ്മൾ സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ സൈനോവിയൽ ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് സൈനോവിയൽ ജോയിന്റ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, സാഡിൽ ജോയിന്റ് ആൻഡ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ക്ലിയർ ആയല്ലോ അല്ലെ ജോയിന്റ്സ്? അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഹോർമോൺ ഈസ് നോൺ ആസ് എമർജൻസി ഹോർമോൺ? എപ്പോഴും പറയുന്ന പോലെ തന്നെ എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അഡ്രിനാൽ. കറക്റ്റ് ആണ്. അഡ്രിനാൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആണ് എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ 3F ഹോർമോൺ എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ്. നമ്മൾ സാധനത്തിനെ കാണുന്നു, പട്ടി അല്ലെങ്കിൽ പാമ്പ് എന്തിനെങ്കിലും കാണുന്നു, നമുക്ക് പേടിയാവുന്നു, അതാണ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ എമർജൻസി സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാനായിട്ട്, ആ എമർജൻസി സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ഒന്നോ നമ്മൾ എന്ത് ചെയ്യും? അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതാണ് അടുത്ത എഫ്. അല്ലെങ്കിൽ നമ്മൾ പേടി കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടും. ഫ്ലൈറ്റ്, ഫ്രൈറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്. ഈ മൂന്ന് കണ്ടീഷൻ ആണ് എഫ് എന്ന് പറയുന്ന മൂന്നെണ്ണം. 3F ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിനാണ്. അതുപോലെ അടുത്തത് നോക്കാം. ഇൻസുലിൻ. എപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ എടുക്കുക? ഇൻസുലിൻ എടുക്കുന്നത് നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവുമ്പോൾ, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുമ്പോൾ. ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ADH ഡെഫിഷ്യൻസി കൊണ്ടുമാണ്. ഇപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിന്റെ കുറവ് മൂലം നമ്മുടെ യൂറിനിൽ കൂടെ പഞ്ചസാര പുറത്തേക്ക് പോകും. അതായത് നമ്മൾ ഇത്ര ഓർക്കുക, നമ്മൾ എപ്പോഴാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുക? ഡയബറ്റിസ് ഉള്ളപ്പോൾ. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിനിൽ കൂടെ ഷുഗർ പോകുന്ന അവസ്ഥ. അപ്പൊ യൂറിനിൽ കൂടെ എപ്പോഴാണ് ഷുഗർ പോവുക? ബ്ലഡിൽ കൂടുമ്പോൾ. ബ്ലഡില് ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ അത് യൂറിനിൽ കൂടെ പുറത്തു പോകും. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കും. അപ്പൊ കുറയ്ക്കുന്ന ആളാണ് ഇൻസുലിൻ. കുറയ്ക്കുന്ന ആളാണ് പറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ് ഇൻസുലിൻ. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ആൽഫ സെൽസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോഗോൺ ആണ്. ഗ്ലൂക്കോഗോൺ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു അല്ലെ? കൂട്ടുന്നു. ഒരാള് കൂട്ടുന്നു, ഒരാൾ കുറയ്ക്കുന്നു. ആന്റഗോണിസ്റ്റിക് ആണ്. തൈറോക്സിൻ, തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ നെക്കിലെ ട്രക്കിയുടെ ഇരുവശത്തുമായിട്ട് കാണുന്ന ഗ്ലാൻഡിനെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് രണ്ട് ലോബ്സിനെ, ബട്ടർഫ്ലൈ പോലെയുള്ള രണ്ട് ലോബ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോക്സിന് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. RBC ഫോർമേഷൻ വരെ ഹെൽപ്പ് ചെയ്യും. തൈറോക്സിന്റെ ഫംഗ്ഷൻസ് ശ്രദ്ധിച്ചോളാം. മെലാട്ടോണിൻ. മെലാട്ടോണിൻ ആരാ ഉണ്ടാക്കുന്നത്? മെലാട്ടോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാട്ടോണിനെയാണ് നമ്മള്, അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ 24 hour സൈക്കിള്, സ്ലീപ്പ് വേവ് സൈക്കിള്, അതുപോലെ ബോഡി ഡിഫൻസ്, പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിള്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. പീനിയൽ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചോളൂ കേട്ടോ. In the human eye, the blind spot is the region where cones are densely packed, rods are densely packed, optic nerves leaves the eye, only the image of the bright objects are formed. ഇപ്പൊ നമ്മള് ഇതിനകത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്നാണ് ചോദ്യം. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സാധനം നമ്മള് കണ്ണിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? കണ്ണിൽ 3 ലെയേഴ്സ് ആണ്. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. കണ്ണിൽ അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന എന്ന് പറയുന്നത്. അതില് സ്ക്ലീറ എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. കണ്ണിൽ കാണുന്ന വെള്ള കളർ ഭാഗമാണ് സ്ക്ലീറ. രണ്ടാമത്തെ ലെയർ ആണ് കോറോയിഡ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസ് ധാരാളം ഉള്ള ലെയർ ആണ് കോറോയിഡ് ലെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെയർ ആണ് റെറ്റിന.
റെറ്റിന എന്ന് പറഞ്ഞാൽ അവിടെയാണ് റോഡ് സെൽസും കോൺ സെൽസും കാണുന്നത്. ഇമേജസ് ആർ ഫോംഡ് ഓൺ ദ റെറ്റിന. ഇങ്ങനെ 3 ഭാഗങ്ങളുള്ളപ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇങ്ങനെ കണ്ണ് വരച്ച ഇതാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് നെർവ് ഉള്ളിടത്ത് ഒപ്റ്റിക് നെർവിന്റെ തുടക്കത്തിലായിട്ട് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്. ഈ സ്പോട്ടിനെ പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലായിട്ട് യെല്ലോ സ്പോട്ട് ഉണ്ട്. യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നതാണ് നമ്മളൊരു സാധനത്തിനെ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് യെല്ലോ സ്പോട്ടിലാണ്. പക്ഷെ ഒപ്റ്റിക് നെർവ് ലീവ് കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ തുടക്കത്തിന്റെ ആ ഭാഗത്ത് ഒരു സ്പോട്ട് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു എന്ന് പറയും. റോഡ് സെൽസും ഇല്ല, കോൺ സെൽസും ഇല്ല. റോഡ് സെൽസും കോൺ സെൽസും ഇല്ലാത്ത ആ പോർഷനെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഒപ്റ്റിക് നെർവ് ലീവ്സ് ദ ഐ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. കോൺസും റോഡ്സും ഡെൻസിലി പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലമല്ല. കോൺസും റോഡ്സും എന്ന് പറയുന്നത് കണ്ണിലെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണ്. കോൺസ് എന്ന് പറയുന്ന കളർ വിഷനും റോഡ്സ് എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. കോൺസ് എന്ന് പറയുന്ന ബ്രൈറ്റ് വിഷനും റോഡ്സ് എന്ന് പറയുന്ന ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ വളരെ കീൻ ആയിട്ട് നോക്കുന്ന സമയത്ത്, സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് ഇമേജസ് ആർ ഫോംഡ് ഓൺ ദി യെല്ലോ സ്പോട്ട്. The rods of Ranvier are found in the dendrites, axon, cytone and telodendria. എവിടെയാണ്? ഇവിടെ ഉത്തരങ്ങൾ മാത്രം. ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. നിങ്ങൾ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുക. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് ബയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബയോളജി എടുത്ത് പഠിച്ചത്. അതുപോലെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BEd എടുത്ത് പഠിച്ചത്. ഇതിനകത്ത് ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ പോലും ബയോളജി പഠിക്കാത്തതും BEd പഠിക്കാത്തതായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മള് ഇതിനു വേണ്ടി നനഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കുളിച്ചു കയറുക, നമുക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്തേ പറ്റൂ. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ ഈ നിമിഷം നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കേട്ടിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കാൻ നമ്മൾ ഇത് ക്രാക്ക് ചെയ്തിരിക്കും കേട്ടോ. നോട്ട്സ് ഓഫ് റാൻവിയർ ആർ ഫൗണ്ട് ഇൻ, നമ്മൾ ഒരു ന്യൂറോൺ വരയ്ക്കാണ്. ന്യൂറോൺ വരയ്ക്കുമ്പോൾ ന്യൂറോണിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ പടങ്ങളൊന്നും അത്ര ഭംഗിയൊന്നുമില്ല, ഞാൻ പിന്നെ റഫായിട്ട് വരയ്ക്കുന്നു മാത്രം കേട്ടോ. നമ്മള് സിനിമകളിലൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, അത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ മനസ്സിൽ പഠിക്കുന്നു. തത്തമ്മയെ പൂച്ച പോലെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നു. കണ്ടുപഠിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുന്നു. അപ്പൊ വിഷ്വൽ ഇമേജസിന് വേണ്ടിയിട്ട് മാത്രം വരയ്ക്കുന്ന സാധനമാണ്. ഇതിനകത്ത് ഈ തല പോലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ പെരികാരിയോൺ അല്ലെങ്കിൽ സോമ, അതും അല്ലെങ്കിൽ സൈറ്റോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്ന് 2 തരത്തിലുള്ള നെർവ് ഫൈബേഴ്സ് പുറത്തു വരുന്നുണ്ട്. ചെറുതിനെ നമ്മൾ ഡെൻഡ്രോൺ എന്നും അതിന്റെ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ്സ് എന്നും, വലുതിനെ നമ്മൾ ആക്സോൺ എന്നും അതിന്റെ ബ്രാഞ്ചസിനെ ആക്സോണൈറ്റ്സ് എന്നും പറയും. ആക്സോണൈറ്റ്സിനെ കവർ ചെയ്ത് കാണുന്ന ഷീറ്റിനെയാണ് നമ്മൾ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ന്യൂറോണിലെ ഇമ്പൾസസിന്റെ സ്പീഡ് കൂട്ടും. അതുപോലെ തന്നെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട്സ് ഓഫ് റാൻവിയർ എവിടെയാ കാണുന്നത്? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത് എവിടെയാ കാണുന്നത്? നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത് ആക്സോണിലാണ് കാണുന്നത്, അല്ലെ? ആക്സോണിൽ കാണുന്നതാണ് നോട്ട്സ് ഓഫ് റാൻവിയർ. നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത് ആക്സോണിൽ കാണുന്നതാണ്. ഡെൻഡ്രോണും ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ആക്സോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്സ്. ആക്സോണൈറ്റ് എൻഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ബട്ടൺ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. സിനാപ്സിന് തൊട്ട് മുമ്പുള്ള നോബ്. അപ്പൊ സിനാപ്സ് എന്താ? സിനാപ്സ് ഈസ് ദ junction between 2 neuron, a neuron and a muscle or a neuron and a gland. ഒരു ന്യൂറോണും ഗ്ലാൻഡും തമ്മിലോ ന്യൂറോണും മസിലും തമ്മിലോ ന്യൂറോണും തമ്മിലുള്ള ചെറിയ ഗ്യാപ്പിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സിന് തൊട്ട് മുമ്പുള്ള നോബിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്, അല്ലെ? ടീലോഡെൻഡ്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോണിന്റെ ആക്സോണിൽ കാണുന്ന ടെർമിനൽ എക്സ്റ്റൻഷനെയാണ് നമ്മൾ ടീലോഡെൻഡ്രിയ എന്ന് പറയുന്നത്, അല്ലെ? ഫൈൻ ബ്രാഞ്ച് ടെർമിനൽ എക്സ്റ്റൻഷൻ ഓഫ് ദി ന്യൂറോൺസ് ആക്സോൺ. ഒരു ന്യൂറോണിലെ ആക്സോണിന്റെ ഫൈൻ ആയിട്ടുള്ള ടെർമിനൽ ബ്രാഞ്ചസിനെയാണ് ടെർമിനൽ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ടെർമിനൽ
ആയിട്ടുള്ള ഈ എൻഡിൽ കാണുന്ന ആ ടെർമിനൽ ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് ടീലോഡെൻഡ്രി. അപ്പൊ ടീലോഡെൻഡ്രി അല്ലാതെ മനസ്സിലായി, സൈറ്റോൺ മനസ്സിലായി, ഡെൻഡ്രൈറ്റ് മനസ്സിലായി, ആക്സോൺ ആണ് ഉത്തരം എന്ന് മനസ്സിലായി. ആക്സോണില് കവർ ചെയ്ത് കാണുന്ന മൈലിൻ ഷീറ്റ് കണ്ടിന്യൂസ് അല്ല. ആ കണ്ടിന്യൂസ് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ബ്രേക്കിനെയാണ് നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് എൻസൈംസ് വിത്ത് their functions. ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ്, ന്യൂക്ലിയസ്. ഇവിടെ നിങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ട്രിപ്സിൻ എന്ന് പറയുന്നത് ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്, ട്രിപ്സിൻ, ക്രൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന 3 സാധനങ്ങളും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ്. ട്രിപ്സിൻ ആയിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രിപ്സിനോജൻ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രിപ്സിനോജൻ എന്ന ഇനാക്റ്റീവ് ഫോം ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രിപ്സിൻ ആക്കുന്നത് എൻഡ്രോകൈനേസ് ഓഫ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണ്. ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ എൻഡ്രോകൈനേസ് ആണ് ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കി മാറ്റുന്നത്. അങ്ങനെ ട്രിപ്സിൻ ആയാലേ കൈമോട്രിപ്സിൻ ആവുള്ളൂ. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ആവുള്ളൂ. ഇനാക്റ്റീവ് ഫോമിലുള്ള ഏതൊരു എൻസൈമും ആക്റ്റീവ് ഫോമിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 എൻസൈം ട്രിപ്സിൻ ആവണമെങ്കിൽ എൻഡ്രോകൈനേസ് വേണം. അങ്ങനെ ട്രിപ്സിൻ ആയാൽ ട്രിപ്സിൻ വന്ന് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിൻ ആക്കും. അതേ ട്രിപ്സിൻ വന്ന് പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കും. ഇവര് 3 പേരും ഇൻഡസ്റ്റൈനിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇൻഡസ്റ്റൈനിലെ ജ്യൂസിലുള്ള ആൾക്കാരാണ്. അപ്പൊ ട്രിപ്സിനോജന്റെ ജോലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രിപ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. 1Q ആണ്. 1 എന്ന് പറയുന്നത് Q ആണ്. 1 എന്ന് പറയുന്ന Q ആവുമ്പോ ഈ 2 ഓപ്ഷൻ നമ്മൾ കളയുന്നു. പിന്നുള്ളത് 2 എന്ന് പറയുന്ന S ആണോ P ആണോ നോക്കുക. 2 എന്ന് പറയുന്നത് എന്താണ്? അമിലേസ് എന്ന് പറയുന്ന സാധനം കണ്ണുമൂട്ടി നമുക്ക് പറയാം സലേവറി അമിലേസ്. അതുപോലെ എവിടെ അമിലേസ് കണ്ടാലും അത് എന്താക്കും? സ്റ്റാർച്ചിനെ മൾട്ടോസ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനെ മൾട്ടോസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഷുഗർ ആക്കുകയാണ്. ഇത് പഠിപ്പിക്കുമ്പോ 10,000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു പിടി ചോറ് എടുത്ത് വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ അത് ഒരു മധുരം തോന്നാനുള്ള കാരണം ചോറിലുള്ള സ്റ്റാർച്ച് മാൾട്ടോസ് എന്ന ഷുഗറായി മാറുന്നതാണ്. ഡൈജഷൻ ഓഫ് പ്രോട്ടീന് സഹായിക്കുന്നതാണ് ട്രിപ്സിനെങ്കിൽ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റിന് സഹായിക്കുന്നതാണ് അമിലേസ്. അപ്പൊ 2S ആണ്. 2S വരുന്ന ഓപ്ഷൻ ഇതല്ലേ? വേറെ എന്തെങ്കിലും നോക്കണോ? 2 ഉറപ്പാണെങ്കിൽ നോക്കോ. മൂന്നാമത്തെ ലിപ്പേസ്. പേരും തന്നെ അറിയാം, ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ലിപ്പേസ്. 3P ന്യൂക്ലിയേസ്, ഡൈജഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഇനി വേറെ തരത്തിൽ നമുക്ക് നോക്കാം. ഡൈജഷൻ ഓഫ് വേറെ ഒന്നും അറിയില്ല, ട്രിപ്സിനും അറിയില്ല, അമിലേസും അറിയില്ല. ലിപ്പേസ് എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്, ഫാറ്റ് ആണെന്ന് അറിയാം. 3P ആണ്. ഓക്കെ. 4 ന്യൂക്ലിയസ് ആണ്, ഡൈജഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ്. 4R ആണ്. 3P 4R വരുന്ന ആർക്കാ? 3P 4R വരുന്ന ഇവിടെയാണ്. അങ്ങനെ നമുക്ക് പല തരത്തില് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് കണ്ടുടനെ, ക്വസ്റ്റ്യൻ കണ്ടുടനെ, മാച്ച് ദ ഫോളോയിങ് കണ്ടുടനെ അയ്യോ ഇത് ഭയങ്കര പാടാണെന്ന് പറയരുത്. നമ്മുടെ 1 മാർക്കാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ ഇപ്പൊ ട്രിപ്സിനും അറിയില്ല, അമിലേസും അറിയില്ല. പക്ഷെ ലിപ്പിഡ് ഫാറ്റ് ആണെന്ന് ബേസിക് ബയോളജി ഉള്ളവർക്ക് അറിയാം. ന്യൂക്ലിക് ആസിഡിന്റെ കാര്യമാണെന്നും അറിയാം. അത് കിട്ടിയാൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരങ്ങളെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന കാര്യം കൂടെ ഓർക്കാം. പിന്നെ കറക്റ്റ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറക്റ്റ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമ്മളെ കുഴപ്പിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കാം. നമ്മളിപ്പോ കേട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ശരി, എന്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ശരി, നിങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോ കൂടുതൽ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് 150 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കയറുമ്പോ നമ്മുടെ ടെൻഷൻ കൊണ്ട്, നമ്മുടെ ഒരു സ്ട്രെസ് കൊണ്ട്, അല്ലെങ്കിൽ അയ്യോ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ടെൻഷൻ, ഒരു ബുദ്ധിമുട്ട് മനസ്സിലുള്ളത് കൊണ്ട്, ഇതൊക്കെ കൊണ്ടാണ് നമുക്കത് ആ സമയത്ത് അത് ശരിയാവാതെ പോകുന്നത്. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല സമാധാനമായിട്ട് എക്സാം ഹാളിൽ പോവാ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. വളരെ നന്നായിട്ട് ബ്രെത്ത് എടുക്കുക. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ദൈവവിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിനെ നന്നായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കുക. അല്ലെങ്കിൽ കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുന്ന ഒരു പാട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് ശാന്തമായിട്ട് ഇരിക്കുമ്പോ നിങ്ങൾക്ക് വളരെ കൂൾ ആൻഡ് കാം ആവും. നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാരുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിലോട്ട് അതാത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കും. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ.
കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും നല്ല റെമഡി. അല്ല ഞാൻ ആരോടും പറയാറില്ല ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ ഇത് കഴിഞ്ഞു ജീവിതം എന്നൊന്നുമില്ല. നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The ionic gradient across the resting membrane potential of a neuron is maintained by passive diffusion of sodium and potassium. അറിയാതൊരു ഡോളർ വന്നാണ് കിടക്കുന്നത്. Sodium and potassium pump voltage gated channels neurotransmitters. The ionic gradient across the resting membrane potential of a neuron is maintained by. എങ്ങനെയാണെന്നാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നമുക്കറിയാം ഇവിടെ അയണിക് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ന്യൂറോണിലാണ് അല്ലെ. ന്യൂറോൺസില് മെസ്സേജസ് പോകുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. താങ്ക് യു. അപ്പോ ഈ ന്യൂറോണിന്റെ പോണ സമയത്ത് ഒരു ന്യൂറോൺ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതോടെ ഇരുന്നോട്ടെ, അതിനകത്ത് റെസ്റ്റിംഗ് ആണ് ഇരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട്, ചാർജിന്റെ ഡിഫറൻസ് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനം പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം ചാർജ് മാറും, കുറച്ച് സ്ഥലത്ത് ചാർജ് മാറും, പിന്നീട് അത് കഴിഞ്ഞ് ആ ചാർജ് റീഗെയിൻ ചെയ്യും. ചാർജ് മാറുന്നതിനെ ഡീപോളറൈസേഷൻ എന്നും ചാർജ് റീഗെയിൻ ചെയ്യുന്നതിനെ റീപോളറൈസേഷൻ എന്നും പറയും. ഈ ഡിയും റീയും കൂടെ ചേർന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. എന്തെങ്കിലും ആട്ടെ, അവിടെ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് ആണ് അവിടുത്തെ ആൾ. സോഡിയത്തിന്റെയും പൊട്ടാസ്യം നിങ്ങൾ ഇത്രയും ഓർക്കുക. നമ്മളിങ്ങനെ ചില ആൾക്കാർക്ക്, കുറച്ച് പ്രായമായ ആൾക്കാർക്ക് സോഡിയം കുറഞ്ഞാല് അവർ ഈ കാല് വെക്കുന്നത് അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പൾസസ് ഒക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത് സോഡിയത്തിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പലതരത്തില് സോഡിയം സപ്ലൈ കൊടുക്കാറുണ്ട്. നമ്മള് കരിക്കൽ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മള് ഉപ്പിന്റെ അളവ് കൂട്ടുമ്പോൾ കഴിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ക്യാപ്സ്യൂൾസ് വാങ്ങും. ക്യാപ്സ്യൂൾസ് വാങ്ങിയിട്ട് അതിന്റെ ഔട്ടർ കവറിങ്ങില് അത് തുറന്നിട്ട് അതിനകത്തുള്ള മരുന്ന് പോലെ സാധനങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് നിറച്ച് കഴിക്കാൻ കൊടുക്കും. അപ്പൊ എന്താണ്, ബിക്കോസ്യൂൾസിന്റെ ഒക്കെ ക്യാപ്സ്യൂൾ ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഉപ്പ് കഴിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉപ്പിന്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ സോഡിയം പൊട്ടാസ്യം ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സോഡിയം പൊട്ടാസ്യം പമ്പാണ് ഉത്തരം. Capacitation of sperms occurs in epididymis. Vast difference. Female reproductive tract, rectal testis. ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഈ പറഞ്ഞ സാധനം റീപ്രൊഡക്ഷനിലാണ് ഈ സാധാരണ സംഭവം വരുന്നത്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് കപ്പാസിറ്റേഷൻ. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എപ്പിഡിഡൈമസ്, വാസ്റ്റ് ഡിഫറൻസ്, റെക്ടൽ ടെസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ട് ടെസ്റ്റിസ് ആണ് അല്ലെ. ടെസ്റ്റിസ് ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സ്ക്രോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ബോഡി ടെമ്പറേച്ചറിനെക്കാളും. സ്പേംസിന്റെ ഫോർമേഷൻ അത് വളരെ അത്യാവശ്യമായ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി ഈ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്താ? മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ടെസ്റ്റിസിനെ കുറെ കമ്പാർട്ട്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓക്കെ, ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റ്സ് 250 കേട്ടോ. ഈ 250 കമ്പാർട്ട്മെന്റ്സിന് പുറത്ത് വരുന്ന ട്യൂബാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ടെസ്റ്റിസിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ആക്സറി ഡക്റ്റുകളാണ് റെക്ടൽ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, വാസ് ഡിഫറൻസ്, എപ്പിഡിഡൈമസ്. ഓർഡറിൽ പറയുകയാണെങ്കിൽ സെമിനിഫറസ് ട്യൂബുകൾ ഓപ്പൺ ചെയ്യുന്നത് റെക്ടൽ ടെസ്റ്റിസ് വഴി വാസ് എഫറൻഷ്യയിലേക്കാണ്. Seminiferous tubule leads to vas efferentia through rectal testis. Vas efferentia വീണ്ടും തുറക്കുന്നത് എപ്പിഡിഡൈമസിലേക്കാണ്. എപ്പിഡിഡൈമസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ സൈഡിലാണ്. എപ്പിഡിഡൈമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പററി സ്റ്റോർ ഹൗസ് ഓഫ് സ്പേംസിന്റെ ടെമ്പററി സ്റ്റോർ ഹൗസ് ആണ്. അത് കഴിഞ്ഞ അടുത്ത പാർട്ടാണ്
വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് ആണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയായ പെനിസ് വെച്ച് തുറക്കുന്നത്. ആ പെനിസ് വഴിയാണ് സ്പേംസ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ കപ്പാസിറ്റേഷന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് പറഞ്ഞത്. ഇതിനകത്ത് കപ്പാസിറ്റേഷൻ ഓഫ് സ്പേം എന്താന്ന് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഫൈനൽ മെച്ചുറേഷൻ സ്റ്റേജ് ആണ്. അതായത് സ്പേം ഫൈനലായിട്ട് മെച്ചുർ ചെയ്യുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്ത് വെച്ചാണ് അത് ആയിട്ട് ഫ്യൂസ് ചെയ്യാൻ പാകത്തിനായി മാറുന്നത്. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിനകത്ത് വെച്ചാണ് കപ്പാസിറ്റേഷൻ സംഭവിക്കുന്നത്. കപ്പാസിറ്റേഷൻ ഓഫ് സ്പേം ഒക്കേഴ്സ് ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. റെറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നതും വാസ് ഡിഫറൻസ് എന്ന് പറയുന്നതും എപ്പിഡിഡൈമസ് എന്ന് പറയുന്നതും ആക്സറി ഡക്റ്റുകളാണ്. 4 ആക്സറി ഡക്റ്റുകളാണുള്ളത്. ഒന്ന് റെറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ്. അതുപോലെ ആക്സറി ഗ്ലാൻഡ് ഉണ്ട്. ആക്സറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്. Paired seminal vesicle, a prostrate gland and paired bulbourethral gland. Prostrate gland മാത്രം paired അല്ല. അതിന്റെ കളക്ടീവ് സെക്രീഷനെയാണ് സെമൻ എന്ന് പറയുന്നത്. സെമൻ എന്ന് പറയുന്നതിനകത്ത് നമ്മള് എന്താ പറയാ മെയിൽ ഗാമേറ്റ് കാണുന്നതാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയുടെ കൂടെ സെമൻ വന്നു. സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നതാണ് ഇതിന്റെ കളക്ടീവ് സെക്രീഷൻ എന്ന് പറയുന്നത്. സെമിനൽ പ്ലാസ്മയുടെ കൂടെ, അതായത് നമ്മുടെ ഡക്റ്റുകൾ പറഞ്ഞു, ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ഇത് മൂന്നിനെയും കൂടെ കളക്ടീവ് സെക്രീഷൻ ആണ് സെമിനൽ പ്ലാസ്മ. അതിന്റെ കൂടെ സ്പേം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെമൻ എന്ന് പറയും. സെമനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഫ്രക്ടോസിന്റെ പ്രസൻസ് ആണ് സെമൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ആക്സറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോയുറോത്രൽ ഗ്ലാൻഡ് ആണ്. ആക്സറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് എപ്പിഡിഡൈമസ്, റെറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ് ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ എന്താ? കപ്പാസിറ്റേഷൻ ഓഫ് സ്പേം ഒക്കേഴ്സ് ഇൻ ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. The secretory phase in the human menstrual cycle is also known as luteal phase, follicular phase, proliferative phase and ovulatory phase. അപ്പൊ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കണം. മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് വീപ്പിംഗ് ഓഫ് ദ വൂംബ് ഓർ ഫ്യൂണറൽ ഓഫ് ദ അൺഫെർട്ടിലൈസ്ഡ് ഓവം എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ ക്ലാസ്സിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ടാവും. വീപ്പിംഗ് ഓഫ് ദ വൂംബ് ഓർ ഫ്യൂണറൽ ഓഫ് ദ അൺഫെർട്ടിലൈസ്ഡ് ഓവം എന്ന് പറയുന്ന സ്റ്റേജ് അല്ലെ. എന്താന്ന് നോക്കാം നമുക്ക്. അതായത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് യൂഷ്വലി 28 ഡേയ്സ് സൈക്കിൾ ആണ്. അപ്പൊ 1 to 28 ഡേയ്സ് എന്ന് നമുക്ക് പറയാം. 1 to 28 ഡേയ്സ് ആണ് യൂഷ്വലി. 28 ഡേയ്സിനുള്ളിലാണ് മെൻസ്ട്രേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ മെൻസ്ട്രേഷനെയാണ് വീപ്പിംഗ് ഓഫ് ദ വൂംബ്. വൂംബ് എന്ന് പറഞ്ഞാൽ യൂട്രസ്. യൂട്രസിന്റെ കരച്ചിൽ. എന്തിനാ യൂട്രസ് കരയുന്നത്? ബേബിയെ കിട്ടാത്തതുകൊണ്ട് അല്ലെ, ഫീറ്റസിനെ കിട്ടാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഫ്യൂണറൽ ഓഫ് ദ അൺഫെർട്ടിലൈസ്ഡ് ഓവം എന്ന് പറയും. അൺഫെർട്ടിലൈസ്ഡ് ഓവത്തിന്റെ ഫ്യൂണറലാണ്. ഫ്യൂണറൽ ഓഫ് ദ അൺഫെർട്ടിലൈസ്ഡ് ഓവം. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഓവത്തിന്റെ കരച്ചിൽ അല്ലെങ്കിൽ ഫ്യൂണറൽ, ശവദാഹമാണ് എന്നൊക്കെ പറയും. അപ്പോ നമ്മുടെ ഇതാണ് 28 ഡേയ്സ് സൈക്കിൾ. 28 ഡേയ്സ് സൈക്കിൾ എന്ന് പറയുന്നത് 26 ആവാം, ചില ആൾക്കാരിൽ 30 ആവാം, ചില ആൾക്കാരിൽ 32 ആവാം. എങ്ങനെയാണെങ്കിലും മിഡ് ഓഫ് ദ സൈക്കിൾ 28 ഡേയ്സ് സൈക്കിൾ ആണെങ്കിൽ 14ാമത്തെ ദിവസമാണ് ഓവത്തിന്റെ പ്രൊഡക്ഷൻ. ഓവത്തിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓവറിയിൽ നിന്ന് ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഓവ്സായിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യം മിഡ് ഓഫ് ദ സൈക്കിളിലായിരിക്കും. LH സർജ്, ലൂട്ടനൈസിങ് ഹോർമോൺ അതിന്റെ പീക്കിൽ വരുന്ന സമയത്താണ് LH സർജ് ഉണ്ടാവുന്നതും ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു. ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് 16ാമത്തെ ദിവസമാണെങ്കിൽ 32 ദിവസം സൈക്കിൾ ആയിരിക്കും. 30 ദിവസം സൈക്കിൾ ആണെങ്കിൽ 15 ആയിരിക്കും. 28 ദിവസം സൈക്കിൾ ആണെങ്കിൽ 14 ആയിരിക്കും. ഓരോരുത്തരുടെയും ആരോഗ്യത്തിനെയും പല കണ്ടീഷൻസിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഞാനിവിടെ എന്തായാലും 14 ദിവസം എഴുതുന്നു. അതില് ഫസ്റ്റ് 5 ഡേയ്സ് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. അതായത് ബ്ലീഡിംഗ് നടന്നു, എൻഡോമെട്രിയൽ വാൾസിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ റപ്ചർ ചെയ്തു, ബ്ലഡ് ഒക്കെ പുറത്തേക്ക് പോയി. എൻഡോമെട്രിയൽ റപ്ചർ ചെയ്തു. എൻഡോമെട്രിയത്തിലാണ് എംബ്രിയോ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ എൻഡോമെട്രിയത്തിൽ എംബ്രിയോയെ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അവിടെ ആര് വേണം? ഓവം വേണം. അപ്പൊ ഇവിടെ ബ്ലീഡിങ് നടന്നു,
അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം ഒക്കെ അതുവഴി പോയി. ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓവം പുതുതായിട്ട് ഉണ്ടാവണം. ഓവം ഉണ്ടാവാനായിട്ട് പ്രൈമറി ഫോളിക്കിൾ, ഓവത്തിനെ കവർ ചെയ്ത് പ്രൈമറി ഫോളിക്കിള്, സെക്കൻഡറി ഫോളിക്കിള്, ടെർഷ്യറി ഫോളിക്കിള്, ഫൈനലി ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ആറാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ് 14ാമത്തെ ദിവസം വരെയുള്ള സമയത്ത് ഈ ഓവത്തിനെ സറൗണ്ട് ചെയ്ത പ്രൈമറി ഫോളിക്കിളും സെക്കൻഡറി ഫോളിക്കിളും ടെർഷ്യറി ഫോളിക്കിളും ഗ്രാഫിയൻ ഫോളിക്കിളും ഇങ്ങനെ കവർ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫേസിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോളിക്കുലാർ ഫേസ് ആണ് പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോളിഫറേഷൻ എന്ന പ്രോസസ്സ് വഴി ആയതുകൊണ്ട് ഈ 5 to 14 വരെയുള്ള ഡേയ്സിനെ അത് നമ്മൾ ഓവത്തിനെ കവർ ചെയ്ത് വരികയാണ്. അങ്ങനെ വരുന്ന ഫേസിനെയാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു 14ാമത്തെ ദിവസം ഓവം റിലീസ് ചെയ്തു. ഗ്രാഫിയൻ ഫോളിക്കിൾസ് റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്തു. അപ്പൊ ഇതാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഫോളിക്കിൾസ് ഫോം ചെയ്യുന്ന ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഓവം റിലീസ് ചെയ്തു. ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ റെമനൻസ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് നോൺ ആസ് കോർപ്പസ് ലൂട്ടിയം. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമനൻസിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ഈ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ. അപ്പോ നമ്മള് ഇവിടെ ഓവം റിലീസ് ചെയ്തു. ഓവമിന് എന്ത് ചെയ്യും? ഓവന് സ്പേമിനെ കാത്തിരിക്കുകയാണ്. സ്പേം എപ്പോഴാണോ വരുന്നത് അപ്പൊ സ്പേം ഓവായിട്ട് ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്താൽ മാത്രമേ സൈഗോട്ട് ഉണ്ടാവുള്ളൂ, എംബ്രിയോ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ നമ്മള് ഓവം വന്നു, സ്പേം വരിക വരാതിരിക്കുക ചെയ്യട്ടെ. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ റെമനൻസിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ എന്തിനാണ്? ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പറയുന്നത്. അതായത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന കോർപ്പസ് ലൂട്ടിയം ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേജിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. ലൂട്ടിയൽ ഫേസ്. അവിടെ സെക്രീഷൻ നടക്കുന്നുണ്ട്, അതിനെ നമ്മൾ സെക്രീറ്ററി ഫേസ് എന്നും പറയും. അപ്പൊ അവിടെ വന്നു കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്തു. പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇനിയിപ്പോ എന്താ പറയാ പ്രഗ്നൻസി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് 28ാമത്തെ ദിവസം ബ്ലീഡിംഗ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ സെക്രീറ്ററി ഫേസ് ഇൻ ദ ഹ്യൂമൻ മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് സെക്രീറ്ററി ഫേസിനെയാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. ഫോളിക്കുലാർ ഫേസിനെ എന്ത് പറയും? പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്നത് മിഡ് ഓഫ് ദ സൈക്കിളിലാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which of the following is a non-medicated IUD? Lipids loop, multi-load 375, LNG 20, copper T. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് IUDs പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ആണ്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യനിൽ കൂടെ നമ്മൾ ഏകദേശം +2ന്റെ +1ന്റെ ഫുൾ സിലബസും കവർ ചെയ്താണ് പോകുന്നത്. അതായത് കേട്ടറ്റ് 3യുടെ സിലബസ് നോക്കിയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേട്ടറ്റ് 3യുടെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ +1 +2ന്റെ ഫുൾ പോർഷൻ ആണ്. അപ്പൊ +1 +2ന്റെ ഫുൾ പോർഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലും അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളും അതിനകത്ത് വരുന്ന ഓപ്ഷൻസും ഒക്കെ ഞാൻ കവർ ചെയ്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. അറിയാത്ത പോയിന്റ് നോട്ട് ചെയ്യുക. വളരെ സൂക്ഷ്മതയോടുകൂടി ഇരിക്കുക കേട്ടോ. ഒരു പോയിന്റ് പോലും മിസ് ചെയ്യരുന്നുള്ളതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. Okay, which of the following is a non-medicated IUD? Natural method പറഞ്ഞു. നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷൻ ലാമിനോറിയ, അതുപോലെ തന്നെ പീരിയോഡിക് ആബ്സിനസ്. പീരിയോഡിക് ആയിട്ട് 10 to 17 ഡേ ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിളിൽ വിട്ടു നിൽക്കുന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് ആബ്സിനസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫ്രം ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതിനെയാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലാക്ടേഷൻ ലാമിനോറിയ. ഇന്റൻസ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് മെൻസ്ട്രേഷനും ഓവുലേഷനും സസ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ലാക്ടേഷൻ ലാമിനോറിയ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഓവോ സ്പേമും തമ്മിലുള്ള മീറ്റിംഗ് പ്രിവെന്റ് ചെയ്യുന്നവരെയാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. കോണ്ടംസ്, സെർവൈക്കൽ ക്യാപ്പ്, വോൾട്ട്, ഡയഫ്രം ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത്താണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്.
ഡിവൈസസ് ദാറ്റ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ഫോർ കോൺട്രാസെപ്ഷൻ. യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് IUDs എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്കിടയിൽ സ്പേസിംഗ്, ഒരു കുട്ടി ജനിച്ച അടുത്ത കുട്ടിയുടെ ഇടയ്ക്ക് സ്പേസിംഗ് വേണമെന്നുള്ളവരാണ് IUDs ഉപയോഗിക്കുന്നത്. IUDsൽ കോപ്പർ റിലീസിംഗ് ഉണ്ട്, ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്. ഹോർമോൺ റിലീസിംഗ്, നോൺ മെഡിക്കേറ്റഡ്. കോപ്പർ റിലീസിംഗ് എന്ന് പറയുന്നത് കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375. അപ്പൊ ഇതല്ല കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375. അടുത്തത് ഹോർമോൺ റിലീസിംഗ് എന്ന് പറയുന്നത് LNG-20 പ്രൊജസ്ട്രാസേർട്ടും ആണ്. LNG-20 പ്രൊജസ്ട്രാസേർട്ടും ആണ്. അത് കഴിഞ്ഞാൽ നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ ആണ് ലിപ്പീസും. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയാം, കോപ്പർ റിലീസിംഗ് ആണ് കോപ്പർ 7, കോപ്പർ T, മൾട്ടി ലോഡ് 375. ഹോർമോൺ റിലീസിംഗ് LNG-20 പ്രൊജസ്ട്രാസേർട്ട്. അതുപോലെ നോൺ മെഡിക്കേറ്റഡ് ആണ് ലിപ്പീസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ്, ഇത് മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് ആണ് OCP, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. അഞ്ചാമത്തെ മെത്തേഡ് ആണ് ഇംപ്ലാന്റ്സ്. ഇംപ്ലാന്റ്സും OCPയും ഏകദേശം ഒരുപോലെയാണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ആണത്. ആറാമത്തെ മെത്തേഡ് ആണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് വാസെക്ടമി ഇൻ മെയിൽ ആൻഡ് ട്യൂബക്ടമി ഇൻ ഫീമെയിൽസ്. വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിവെക്കുന്നതിനെ വാസെക്ടമി എന്നും ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് കെട്ടിവെക്കുന്നതിനെ ട്യൂബക്ടമി എന്നും പറയുന്നു. A person with Turner syndrome has the chromosomal genotype 47XXY, 45X0, 47XYY, 45Y0. നമുക്ക് ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പഠിക്കുമ്പോൾ അത് 21 ട്രൈസോമിയാണ്. 21ാമത്തെ ക്രോമസോം 3 പ്രാവശ്യം വരുന്നതിനെയാണ്, എല്ലാ ക്രോമസോമും 2 എണ്ണമാണ്. പക്ഷെ 21ാമത്തെ ക്രോമസോം 3 എണ്ണം വരുന്നതിനെയാണ് 21 ട്രൈസോമി അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതേസമയം ക്ലൈൻഫെൽറ്റേഴ്സ് എന്ന് പറയുന്നതും XXY കണ്ടീഷൻ ആണ്. ഇവിടെയും 47 ക്രോമസോം ആയിരിക്കും, ഇവിടെയും 47 ക്രോമസോം ആയിരിക്കും. ഈ ഡൗൺ സിൻഡ്രോമില് 21ാമത്തെ ക്രോമസോമാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലൈൻഫെൽറ്റേഴ്സില് സെക്സ് ക്രോമസോമാണ് വരുന്നത്. ഒന്നുകൂടെ XXും അല്ല പെണ്ണുങ്ങളിലെ പോലെ, XYയും അല്ല ആണുങ്ങളിലെ പോലെ. ഇത് XXY കണ്ടീഷൻ ആണ്. ആണുങ്ങളായിരിക്കും വിത്ത് ഫെമിനൈൻ ക്യാരക്ടേഴ്സ്. ഇനി അടുത്തത് ടർണേഴ്സ് എന്ന് പറയുന്നതിനകത്ത് 45 ക്രോമസോമേ ഉള്ളൂ. 45, അതായത് X0 കണ്ടീഷൻ ആണ്. XXും ഇല്ല, XYയും ഇല്ല, X0 കണ്ടീഷൻ ആണ്. 45 ക്രോമസോമുള്ള കണ്ടീഷനെയാണ് നമ്മൾ ടർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ഈ 3 സിൻഡ്രോവും സാധാരണഗതിയിൽ വരാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. Central dogma in molecular biology was proposed by Watson Crick, Francis Crick, Marshall Nirenberg, Frederick Griffith. ഇവരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ആരാണ്? അതിനകത്ത് Central dogma in molecular biology was proposed by Francis Crick. DNA മോഡൽ പറഞ്ഞ ആൾക്കാരാണ് വാട്സൺ ക്രിക്ക്. അപ്പൊ ആദ്യം സെൻട്രൽ ഡോഗ്മ എന്താന്ന് പറയാം. അതായത് DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആയി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൽ നിന്ന് 2 ഡോട്ടർ DNA ഉണ്ടാവും. ഒരു DNAയിൽ നിന്ന് 2 ഡോട്ടർ DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ DNAയിൽ നിന്ന് DNA ഉള്ള ഇൻഫർമേഷൻ മുഴുവനും mRNAയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ദ കോപ്പിയിങ് ഡൗൺ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു mRNA. DNAയിൽ നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻ mRNAയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ mRNAയിലുള്ള കോഡുകളെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി പ്രോട്ടീൻ ആക്കി മാറ്റും. അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അങ്ങനെ mRNA ഉള്ള കോഡുകളെ മാറ്റി അത് അമിനോ ആസിഡായി ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് അമിനോ ആസിഡ് ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ആവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ദിസ് ഇസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജിയിലെ സെൻട്രൽ ഡോഗ്മ ഇതാണ്. ഇത് പ്രപ്പോസ് ചെയ്ത് ഫ്രാൻസിസ് ആൻഡ് ക്രിക്ക് ആണ് കേട്ടോ. ഫ്രാൻസിസ് ആൻഡ് ക്രിക്ക് അല്ല, ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആണ് DNA മോഡൽ പറഞ്ഞത്. പക്ഷെ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിനെ കുറിച്ച് പറഞ്ഞത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ. During DNA replication, Okazaki fragments are joined by DNA polymerase, DNA helicase, DNA ligase and primase. ഇതിന്റെ ഉത്തരവും നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ, മോളിക്കുലാർ സിസേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ എന്താ നമുക്ക് നോക്കാം. അതായത് DNA replication എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദ അൺസിപ്പിംഗ് ഓഫ് എ സിപ്പ്. ഒരു സിപ്പ് എങ്ങനെയാണോ അൺസിപ്പ് ചെയ്യുന്നത് അതിനെയാണ്, അതുപോലെയാണ് ഇത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റാൻഡുള്ള DNA രണ്ട് ഇങ്ങനെ ഇന്റർട്വൈൻഡ് ആയിട്ടുള്ള ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറുള്ള DNA രണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അവിടെ നിന്ന് റെപ്ലിക്കേഷൻ ഫോർക്ക് വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഒരു വശത്തുണ്ടാവുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റാൻഡ് ആണ്, അതിനെ നമ്മൾ ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയും. എന്നാൽ മറ്റേ വശത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതിന് പകരം കഷ്ണങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമ്മൾ ലാഗിങ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ലാഗിങ് സ്റ്റാൻഡില് കുറെ കഷ്ണങ്ങളാണ്. ഈ കഷ്ണങ്ങളാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റാൻഡ് ആണ് റെപ്ലിക്കേഷൻ സമയത്ത് ഉണ്ടാവുന്നത്. ഒന്ന് ലീഡിങ് സ്റ്റാൻഡും ഒന്ന് ലാഗിങ് സ്റ്റാൻഡ്. ലാഗിങ് സ്റ്റാൻഡിലെ കഷ്ണങ്ങളാണ്, അതിന് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയും. ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്നത് എൻസൈമിന്റെ പേരാണ് ലിഗേസ്. ലിഗേസ് എന്ന് പറയുന്നത് ജെനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നതാണ് ലിഗേസ് എന്ന് പറയുന്നത്. അതേസമയം അവിടെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനെ പറയുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇസ് നോൺ ആസ് ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ്. അതേസമയം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് ജെനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത്. ലിഗേസ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a stop codon? Stop codon ഏതാണ്? നമ്മളൊരു mRNA ഉണ്ട്. ഇതാണ് mRNA. mRNAയിൽ നിന്നാണ് ഡീകോഡിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ ഓരോ mRNAയിലും മൂന്ന് ലെറ്റർ ഉള്ള അല്ലെങ്കിൽ മൂന്ന് ഇതിനെയാണ് നമ്മൾ ജെനറ്റിക് കോഡ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ് കോഡ് എന്ന് പറയുന്നത്. ഈ ജെനറ്റിക് കോഡ് കണ്ടിന്യൂസ് ആണ്. ജെനറ്റിക് കോഡിൽ നിന്നാണ്, ഇതാണ് കോഡ്. ഈ കോഡ് മൂന്നെണ്ണമുള്ള ഓരോ കോഡും ഓരോ അമിനോ ആസിഡ് ആണ്. ഈ അമിനോ ആസിഡ് ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പൊ എവിടെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ? നമുക്കറിയാം DNA ഉള്ള എല്ലാ ഇൻഫർമേഷനെയും mRNAയിലേക്ക് കോപ്പി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ഈ അടുത്ത പ്രോസസ് എന്താണ്? ട്രാൻസ്ലേഷൻ നടക്കണം. ഇതിനെയൊക്കെ വായിച്ച് അമിനോ ആസിഡ് ആക്കണം. അപ്പൊ എവിടെയാണോ AUG എന്ന കോഡ് ഉള്ളത് അവിടെ നിന്നാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് ട്രാൻസ്ലേഷൻ നടക്കില്ല. അതിന് മുമ്പുള്ള റീജിയൻ എന്ത് വിളിക്കും? UTR അല്ലെങ്കിൽ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് വിളിക്കും. അപ്പൊ എവിടെ നിന്നാണോ AUG എന്ന കോഡ് തുടങ്ങുന്നത്? AUG സ്റ്റാൻഡ്സ് ഫോർ അമിനോ ആസിഡ് മെത്തിയോണിൻ. മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന AUG എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ നിന്ന് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരുമ്പോ കോഡുകൾ വരുന്ന സമയത്ത് എവിടെയാണോ UAA, UAG അല്ലെങ്കിൽ UGA വരുന്നത് അവിടെ വെച്ച് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യും. ഈ ഭാഗവും പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയും. അപ്പൊ ട്രാൻസ്ലേഷൻ നടക്കുന്ന റീജിയനെ മാത്രമാണ് നമ്മൾ ട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് പറയും. ഓക്കെ, അതായത് AUGക്ക് മുമ്പും UAA, UAG, UGAക്ക് ശേഷമുള്ളതിനെ നമ്മൾ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്നാണ് പറയാം. ഇതില് AUG എന്ന് പറയുന്നത് മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. അതുപോലെ UAA, UAG, UGA എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അപ്പൊ AUG എന്ന് പറയുന്നത് തുടങ്ങാൻ സഹായിക്കുന്നതാണ്. അതിന് നമ്മൾ ഇനീഷ്യേഷൻ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയും. അതേസമയം UAA, UAG, UGA എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ എന്ന് പറയും. അത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? നോൺസെൻസ് കോഡോൺ എന്ന് വിളിക്കും. നോൺസെൻസ് കോഡോൺ. അപ്പൊ UAA, UAG, UGA ആർ നോൺ ആസ് നോൺസെൻസ് കോഡോൺ. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺസെൻസ് കോഡോൺ എന്ന് വിളിക്കുന്നത്. ഇതിന് പറയുന്ന പേരുകളാണ് ഒക്കർ,
ഒപ്പാൽ, ആംബർ. ഓക്കെ, ഈ പേരുകളും ഒന്ന് പഠിച്ചോളാം. ഒക്കർ, ഒപ്പാൽ, ആംബർ എന്ന പേരുകളും കൂടെ ഒന്ന് പഠിച്ചോളാം കേട്ടോ. UAA ആണ് ഒക്കർ എന്ന് പറയുന്നത്. UAA is known as ഒക്കർ. Okay, UAA is known as ഒക്കർ. UAG is known as amber. UAG is known as amber. UGA is known as ഒപ്പാൽ. അപ്പൊ ഒക്കർ, ആംബർ, ഒപ്പാൽ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? which of the following is a stop codon? UAA. ഓക്കെ, അതിൽ AUG എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിംഗ് കോഡൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? സ്റ്റോപ്പ് കോഡോൺ, ടെർമിനേഷൻ കോഡോൺ, നോൺസെൻസ് കോഡോൺ എന്നൊക്കെ പറയും. ഒക്കർ, ആംബർ, ഒപ്പാൽ എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോലോഗസ് ഓർഗൻസ് ഇൻഡിക്കേറ്റ് കൺവേർജന്റ് എവല്യൂഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ, സോൾട്ടേഷൻ ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ഈ ഹോമോലോഗസ് ഓർഗൻസ്? ഇത് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും പഠിക്കുന്ന സമയത്ത് അനലോഗസ് ഓർഗൻസ് നന്നായിട്ട് പഠിക്കുക. കാരണം അനലോഗസ് ഓർഗൻസ് ആണ് പഠിക്കാൻ കുറച്ച് എളുപ്പം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ബാറ്റിന്റെ വിങ്സ്, ബട്ടർഫ്ലൈയുടെ വിങ്സ്, അതുപോലെ ബേർഡിന്റെ വിങ്സ്. ഈ മൂന്നിന്റെയും വിങ്സിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ആണ്. മൂന്നും ചെയ്യുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ആണ്. മൂന്നും പറക്കാൻ സഹായിക്കുന്നവരാണ്. മൂന്നും പറക്കാൻ സഹായിക്കുന്നവരോട് നമ്മൾ അതിനെ ഫ്ലൈറ്റ് എന്ന് പറയും, അല്ലെ? ഫ്ലൈറ്റ്, പറക്കാൻ സഹായിക്കുന്ന ഓർഗൻസ് ആണ് ഈ മൂന്നും. ബാറ്റിന്റെ വിങ്സ് ആണെങ്കിൽ ശരി, ബേർഡിന്റെ വിങ് ആണെങ്കിൽ ശരി, ബട്ടർഫ്ലൈയുടെ വിങ് ആണെങ്കിൽ ശരി. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, മൂന്നിന്റെയും ഫംഗ്ഷൻ ഒന്നാണ്, പറക്കുക എന്ന കർത്തവ്യമാണ്. പക്ഷെ മൂന്നിന്റെയും സ്ട്രക്ചറോ ഡിഫറെന്റ് ആണ്. സ്ട്രക്ചറും ഒറിജിനും ഡിഫറെന്റും ഫംഗ്ഷൻ സെയിമുമായ ഓർഗൻസിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയാം. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് പറയുമ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഇത് അങ്ങനെ ഉറപ്പിക്കുക. മറ്റേ നിങ്ങൾ മനസ്സിൽ ഓർത്തെടുത്താൽ മതി. അനലോഗസ് ഇങ്ങനെയാണ്, എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഒന്നാണ്. ഹോമോലോഗസിലോ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറും ഒറിജിനും സിമിലർ ആയിട്ടുള്ളവരെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യ്, ചീറ്റയുടെ ഫോർലിംബ്, വെയിലിന്റെ ഫ്ലിപ്പേഴ്സ്, ഇതൊക്കെ ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ സെയിം സ്ട്രക്ചർ ആണ്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ് ഒക്കെ വരുന്ന സെയിം സ്ട്രക്ചർ ആണ്. അപ്പൊ അങ്ങനെ സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ, ഡിഫറെന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ്. സെയിം ഫംഗ്ഷൻ, ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആണെങ്കിൽ അനലോഗസ് ഓർഗൻസ്. ഇതാണ് അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ. AC, അനലോഗസ് ഓർഗൻസ് കൺവേർജന്റ് എവല്യൂഷൻ. ഹോമോലോഗസ് ഓർഗൻ ഡൈവേർജന്റ് എവല്യൂഷൻ. ACയും HDയും ഓർക്കുക. AC അല്ലെ, ACയിലെ HD ദൃശ്യമകോടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ AC എന്ന് പറഞ്ഞാൽ അനലോഗസ് ഓർഗൻ കൺവേർജന്റ് എവല്യൂഷൻ, ഹോമോലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് എവല്യൂഷൻ. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. The first human-like hominid was Homo erectus, Homo habilis, Neanderthalensis, Australopithecus. The first human-like hominid. നമ്മുടെ ഇവല്യൂഷൻ ഉള്ള സംഭവത്തിനകത്ത് ഇവല്യൂഷൻ ഉള്ള സംഭവത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് വരാം ക്വസ്റ്റ്യനിലേക്ക്. ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, ആസ്ട്രലോപിത്തേക്കസ്, അതുപോലെ നിയാൻഡർതാലൻസിസ്. നമ്മുടെ ഹ്യൂമൻ ലൈക്ക് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഹോമോസാപ്പിയൻസ് ആയിട്ട് സിമിലാരിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിൽ ഹോമോ ഹാബിലിസ്. സോ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. Which antibody is most abundant in human colostrum? നമ്മുടെ കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആന്റിബോഡി ഏതാണെന്നാണ് ചോദ്യം. ഇതിനകത്ത് ആന്റിബോഡിയെ കുറിച്ച് പഠിക്കുമ്പോൾ IgG, IgA, IgM, IgE, IgD. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ IgG യെ കുറിച്ചും IgA യെ കുറിച്ചുമാണ്. ഓർക്കാം, IgA എന്ന് പറയുന്നത് നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. അമ്മയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. കൊളസ്ട്രം ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ഫോംഡ് മിൽക്ക്. അപ്പൊ ആദ്യം ഫോം ചെയ്യുന്ന മിൽക്കിനെ നമ്മൾ കൊളസ്ട്രം എന്ന് പറയും. ഇറ്റ് ഈസ് റിച്ച് ഇൻ IgA. അമ്മയിൽ നിന്ന് കിട്ടുന്നത് IgA. ഓക്കെ, അതേസമയം ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഗർഭകാലത്താണ് IgGയുടെ പ്രസക്തി. അതായത് പ്ലാസന്റ ഉണ്ടാവുന്നത് ജസ്റ്റേഷൻ പീരീഡിലാണ്.
പ്ലാസന്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആന്റിബോഡിയാണ്. ജസ്റ്റേഷൻ പീരീഡിലെ പ്ലാസന്റ ഉണ്ടാവുള്ളൂ. ജസ്റ്റേഷൻ പീരീഡില് പ്ലാസന്റ ഉണ്ടാവും. പ്ലാസന്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആന്റിബോഡി എന്ന് പറഞ്ഞാൽ IgG ആണ്. അപ്പൊ കൊളസ്ട്രോൾ കൂടുതലുള്ളത് അമ്മയിൽ നിന്ന് കിട്ടുന്നത് IgA ആണ്. IgG എന്ന് പറയുന്ന അമ്മ അടുത്ത് കിട്ടുന്നതാണ്. പ്ലാസന്റ ക്രോസ് ചെയ്ത് പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് കിട്ടുന്നതാണ് IgG എന്ന് പറയുന്നത് കേട്ടോ. Malt, mucosa-associated lymphoid tissue contributes about -% of the lymphoid tissue in the human body. അപ്പൊ നമ്മുടെ lymphoid organsലേക്ക് വരാം. lymphoid organs എന്ന് പറഞ്ഞാൽ primary lymphoid organ, secondary lymphoid organ എന്ന് പറഞ്ഞ രണ്ട് തരം lymphoid organ ഉണ്ട്. primary lymphoid organ ആണ് bone marrowയും അതുപോലെ തൈമസും. bone marrowയും തൈമസും. കാരണം B lymphocyte-ന്റെയും T lymphocyte-ന്റെയും മെച്ചുറേഷനും ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയും. ബോൺ മാരോയും തൈമസും. അതേസമയം സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നതാണ് ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ്, മാൾട്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ഓർഗൻസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ടിഷ്യൂസ് ഒക്കെ പറയുന്നത്. ഇവർ ഏകദേശം നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂന്റെ 50% കാണപ്പെടുന്നു. 50%. ഓക്കെ. സ്മാക് or heroin is chemically smack അല്ലെങ്കിൽ heroin എന്ന് പറയുന്നത് എന്താണ്? ഡയസെറ്റൈൽ മോർഫിൻ, കെനബിനോയിഡ്, കൊക്കൈൻ, ബെൻസോഡൈസിപൈൻ. നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളും കേട്ടിട്ടുള്ള സാധനങ്ങളും ഒക്കെയാണ്. ഇത് കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ള ആളാണ് മോർഫിൻ, അതുപോലെ കൊക്കൈൻ, ഡയസെറ്റൈൽ മോർഫിൻ എന്നൊക്കെ പറയുന്ന സാധനം. ഈ ഡയസെറ്റൈൽ മോർഫിനെയാണ് സ്മാക്ക് അല്ലെങ്കിൽ ഹെറോയിൻ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും വരുന്ന പുതിയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കുറെ സാധനങ്ങളുടെ ഡ്രഗ്സിന്റെ ഒക്കെ പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട്. സ്മാക്ക് അല്ലെങ്കിൽ ഹെറോയിൻ എന്ന് പറയുന്നത് ഡയസെറ്റൈൽ മോർഫിൻ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മാച്ച് ദ ഫോളോയിങ് മൈക്രോബ്സ് വിത്ത് ദെയർ പ്രോഡക്ട്സ്. മാച്ച് ദ ഫോളോയിങ് മൈക്രോബ്സ് വിത്ത് ദെയർ പ്രോഡക്ട്സ്. നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം എപ്പോഴത്തെയും പോലെ. അതായത് എലിമിനേഷൻ ടെക്നിക്ക് പറ്റുമോ നോക്കാം അല്ലെ ആദ്യം. മാച്ച് ദ ഫോളോയിങ് മൈക്രോബ്സ് വിത്ത് ദെയർ products. Okay. Monascus purpureus, Trichoderma polysporum, Aspergillus niger, Clostridium butylicum. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്. അതായത് 4R എന്നുള്ളതാണ്, 4R എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. ഇതില് അപ്പൊ ഈ ഓപ്ഷൻ മാത്രം നമുക്ക് വെട്ടിക്കളയാം. കാരണം ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം ബ്യൂട്രിക് ആസിഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ആസ്പെർജില്ലസ് നൈഗർ. ആസിഡ് ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമായ സാധനമാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ആണെങ്കിൽ Aspergillus niger, citric acid, അല്ലെ? Aspergillus niger, citric acid. Acetobacter, acetic acid. Clostridium butylicum, butyric acid. Lactobacillus, lactic acid. നാല് ആൾക്കാരുടെ പേര് പഠിക്കുക. ഒന്ന് Aspergillus niger, citric acid. Acetobacter aceti, acetic acid. Clostridium butylicum, butyric acid. And Lactobacillus, lactic acid. അപ്പൊ Aspergillus niger എന്ന് പറയുന്നത് citric acid ആണ്. 3 yes എവിടെ വരുന്നുണ്ട്? ഇതും അപ്പൊ ഇതും കളയാം. ഇതോ ആയിരിക്കും ഉത്തരം. 3 yes. 4R 3 yes. ഇനി ഒന്നാമത് നോക്കാം. Monascus purpureus and Trichoderma polysporum. ഈ സൈക്ലോസ്പോറിനെയും സ്റ്റാറ്റിനും എന്ന് പറയുന്നത് എന്താണ്? ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആണ്. നമുക്ക് 3 ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രെപ്റ്റോകൈനേസ് ഫ്രം സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നുള്ള സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന ഒരു സാധനം. രണ്ടാമത്തത് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? സൈക്ലോസ്പോറിൻ എ Monascus purpureus ഉണ്ടാവുന്ന എന്താ? സ്റ്റാറ്റിൻ. Monascus purpureus സ്റ്റാറ്റിൻ ഉണ്ടാവും. അപ്പോ 1Q 2P 1Q 2P 3S 4R. ഓക്കെ. അപ്പൊ ഇതാണ് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. Monascus purpureus സ്റ്റാറ്റിൻ ആണ്. Monascus purpureus ഉണ്ടാവുന്ന സാധനം സ്റ്റാറ്റിൻ. അതുപോലെ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്നാണ്. ട്രൈക്കോഡെർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ. ഒരു പോളിസ്പോറം സൈക്ലോസ്പോറിൻ രണ്ടും തമ്മിൽ ഒരു ഇതുണ്ടല്ലേ, ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഓർത്തോളാം. ട്രൈക്കോഡെർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. രണ്ടുപേരും ബന്ധമുള്ള ആൾക്കാരാന്ന് ഓർത്തോളാം. 3 ബയോആക്റ്റീവ് മോളിക്യൂളേ ഉള്ളൂ. പഠിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നതിന് സ്ട്രെപ്റ്റോകൈനേസ്. അത് ഭയങ്കര എളുപ്പമാണ്. ട്രൈക്കോഡെർമ പോളിസ്പോറത്തിന് നമ്മൾ പറയുന്നത് സൈക്ലോസ്പോറിൻ എ. അതുപോലെ നമ്മുടെ സ്റ്റാറ്റിൻ നിന്നാണ് സ്റ്റാറ്റിൻ ഉണ്ടാവുന്നത്. Monascus purpureus എന്നാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, the enzyme used to isolate DNA from a fungal cell is known as lysozyme, cellulase, chitinase, ribonuclease. നമ്മള് DNA ഐസൊലേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഐസൊലേഷൻ ഓഫ് DNA. ഐസൊലേഷൻ ഓഫ് DNA പഠിക്കുന്ന സമയത്ത് നമ്മൾ DNA എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന സാധനം അല്ലെ? ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം, ക്രോമസോമിനകത്ത് DNA-ക്കകത്ത് ജീൻസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മള് DNA ഐസൊലേറ്റ് ചെയ്യാൻ പോവാണ്. DNA ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ റപ്ചർ ചെയ്യണം, എന്നിട്ട് DNA പ്യുവർ ആയിട്ടുള്ള ഫോമിൽ എടുക്കണം. അപ്പൊ DNA പ്യുവർ ആയിട്ടുള്ള ഫോമിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ DNA എപ്പോഴും ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസിന്റെ കൂടെ ആയിരിക്കും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാത് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മള് ഫംഗൽ സെല്ലിനെയാണ് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കൈറ്റ്നേസ് ഉപയോഗിക്കും. RNA ആണ് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ റൈബോന്യൂക്ലിയേസ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നിനും ആപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ആ ന്യൂക്ലിയസിൽ നിന്ന് DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത DNA നമ്മൾ എന്ത് ചെയ്യും? ചിൽഡ് എത്തനോൾ ഉപയോഗിച്ച് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വേർതിരിച്ചെടുക്കും. സ്കൂളിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ. നമ്മൾ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ട്. ബയോടെക്നോളജി പഠിച്ചിട്ടുള്ളതാണ് ഐസൊലേഷൻ ഓഫ് DNA. പിന്നെ കട്ടിംഗ് ഓഫ് DNA സ്പെസിഫിക് ലൊക്കേഷൻ അല്ലെ? ജെൽ ഇലക്ട്രോഫോറസിസ് ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അതിലൊന്നാണ് ഈ പറഞ്ഞ enzyme used to isolate DNA from fungal cell, chitinase. In gel electrophoresis, DNA fragments move towards the anode because DNA is positively charged, DNA is negatively charged, DNA is neutral. They are pushed by the buffer. DNA ക്ക് എന്താ ചാർജ്? DNA is negatively charged. DNA negatively charged ആണ്. അതുകൊണ്ട് തന്നെ DNA എങ്ങോട്ട് മൂവ് ചെയ്യും? ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് കിട്ടും. ആ ഫ്രാഗ്മെന്റ്സിനെ അഗാറോസ് ജെല്ലില് ഇടുന്നതിനെയാണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് അല്ലെ? അഗാറോസ് ജെല്ലില്. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? അതിന്റെ സീവിങ് പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സീവിങ് പ്രോപ്പർട്ടിയുടെ കാര്യം. ആ സീവിങ് പ്രോപ്പർട്ടി കാരണം ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഓരോന്നിന്റെയും വലിപ്പം അനുസരിച്ച് മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ UV ലൈറ്റ് ഉപയോഗിക്കണം, എത്തിഡിയം ബ്രോമൈഡും ഉപയോഗിക്കണം. UV ലൈറ്റും എത്തിഡിയം ബ്രോമൈഡും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഓറഞ്ച് ബാൻഡ്സ് ആയി DNA കാണാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ടാണ് ഇത് ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. The first transgenic cow, Rosie, produced milk enriched with vitamin A, human alpha lactalbumin, insulin, fats. നമ്മളതിന്റെ ഉത്തരം എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉത്തരവുണ്ട്. നമുക്കറിയാം ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ആണ് ഫസ്റ്റ് ട്രാൻസ്ജീൻ. ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ട്രാൻസ്ജീനിക് കൗ എന്താണ്? അത് റോസിയാണ്. അതിന്റെ പാലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പാലിന്റെ പ്രത്യേകത ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the evil quadrant of biodiversity loss എന്താണ്? Evil quadrant refers to the 4 major causes of global warming, biodiversity loss, population explosion, water pollution. ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ ആണ് evil quadrant of biodiversity loss എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ജീവികൾക്ക് അവരുടെ വീടും ഒക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നു. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. വലിയ ഏരിയ ടെറിട്ടറി ഒക്കെ ആവശ്യമുള്ള ജീവികൾക്ക് ഈ ലാൻഡ് ഫ്രാഗ്മെന്റഡ് ആവുന്നു. ഓവർ ഗ്രേസിങ്, അതുപോലെ കൾട്ടിവേഷൻ, സോയാബീൻ കൾട്ടിവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനെയൊക്കെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിക്കുന്നു. അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ കാരണം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നതിന്റെ ഫലമാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ നീഡ് ഗ്രീഡായി മാറണം. മനുഷ്യന്റെ ആവശ്യങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ ഒരു വീട്ടിൽ ഒരു മേശയ്ക്ക് പകരം 2 മേശ, ഒരു അലമാരയ്ക്ക് പകരം 4 അലമാര, ഇങ്ങനത്തെ ആവശ്യങ്ങൾ നമ്മുടെ കൂടി വരുമ്പോൾ മനുഷ്യന്റെ നീഡ് ഗ്രീഡായി മാറുമ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷന്റെ ഫലമാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് റീസൺ അതാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയും. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയില് ഇൻഡിജീനസ് സ്പീഷീസ് ഉണ്ട് അല്ലെ? നമ്മുടെ ഭൂമിയിൽ ഇൻഡിജീനസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
കേരളത്തിൻ്റെതായ സ്വന്തമായിട്ടുള്ള തദ്ദേശവാസികൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുഷി, സാധാ മുഷി എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ മുഷി വന്നതോടുകൂടി അവരുടെ കടന്നുകയറ്റം, അവരുടെ ആക്രമണം, ഏലിയൻ സ്പീഷീസ് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആഫ്രിക്കൻ മുഷി വന്നതുകൊണ്ട് നമ്മുടെ മുഷിക്ക് നാശം സംഭവിച്ചു തുടങ്ങി. അപ്പൊ നിയമം മൂലം അത് തടസ്സപ്പെടുത്തിയിട്ടൊക്കെ ഇപ്പം. അപ്പൊ ഏലിയൻ സ്പീഷീസ് വരുമ്പോ ഇൻഡിജിനസ് സ്പീഷീസിന് നാശം ഉണ്ടാവുന്നു. അതും ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ കാരണമാണ്. നാലാമത്തെന്ന് പറഞ്ഞാൽ കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു പാരസൈറ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഹോസ്റ്റും, ഒരു ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കുന്ന ഒരു പാരസൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫിഷ് ചത്തുപോയ പാരസൈറ്റിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് ആരെയാണോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അയാളുടെ നാശം ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ആളുടെ നാശത്തിനും കാരണമാകും. ഇതിനെയാണ് കോ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സഹവംശ നാശനം എന്ന് പറയുന്നത്. So these are the 4 major causes of biodiversity loss: habitat loss and fragmentation, overexploitation, alien species invasion, co-extinction. ഇതിനെയാണ് evil quadrant of biodiversity loss അല്ലെങ്കിൽ തിന്മയുടെ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following is an example for ex situ conservation? Ex situ conservation, in situ conservation നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Ex situ conservation, in situ conservation. എന്താണ് ഈ ex situ conservation, in situ conservation? അല്ലെ, നമ്മള് ex situ conservation, in situ conservation പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാറൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്റ്റോബിലാന്തസ് കുന്തിയാന എന്ന നീലക്കുറിഞ്ഞിയും നീൽഗിരി താർ എന്ന് പറയുന്ന വരയാടുകളെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്. അവരെയൊന്നും ഒരു അണ്ടർ ഹ്യൂമൻ കെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ അവരെ വിടുന്ന ഒരുതരം കൺസർവേഷനും ഉണ്ട്. നമ്മുടെ സുവോളജിക്കൽ പാർക്ക്, അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെയൊക്കെ നമ്മള് അവരെ നമ്മുടെ കെയറിനകത്താണ്. സീഡ് ബാങ്ക്, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് കാണാം. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് വരുന്നതിനെ നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്നും അല്ലാത്തതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നും പറയുന്നു. നാഷണൽ പാർക്ക് ഇൻസിറ്റു കൺസർവേഷൻ ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റു കൺസർവേഷൻ ആണ്, ബയോസ്ഫിയർ റിസർവും ഇൻസിറ്റു കൺസർവേഷൻ ആണ്. സീഡ് ബാങ്ക്, ജീൻ ബാങ്ക് എന്നൊക്കെ പറയുന്നത് എക്സിറ്റു കൺസർവേഷൻ ആണ്. അപ്പൊ എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് സീഡ് ബാങ്കും ജീൻ ബാങ്കും ഒക്കെ. Restriction enzymes are called molecular scissors because they join DNA fragments, cut DNA specific sequence, synthesize DNA, degrade DNA. നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് ആണ്. അവര് DNA കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മള് ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയുന്നത്. ഹിന്റ് ടു ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. GAATTC എന്ന സ്പെസിഫിക് സീക്വൻസിലാണ് അവര് കട്ട് ചെയ്യുന്നത്. ഹിന്റ് 2 എന്ന പേര് വരാൻ കാരണം H ഹീമോഫിലസ്, IN ഇൻഫ്ലുവൻസ, D സ്ട്രെയിൻ രണ്ടാമത്തെ ഓർഡറിലാണ് ഇത് എടുത്തത്. ഇങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പേരിടുന്നത്. ഈക്കോ R1, ഈ എസ്തരീഷ്യ കോളെ എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത്. R സ്ട്രെയിൻ ഒന്നാമത്തെ ഓർഡർ ആയിട്ടാണ് ഈക്കോ R1. These are all restriction endonuclease. Restriction endonuclease എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് ആണ്. DNA കട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ പേരിടുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഹിന്റ് 2 കട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ് GAATTC. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി വരുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മെനി സ്പീഷീസ് ഓഫ് ഫിഗൻ വാസ്പ് ഷോ എ ടൈറ്റ് 1-to-1 റിലേഷൻഷിപ്പ്. പല സ്പീഷീസ് ഫിഗും വാസ്പും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. The wasp pollinate the fig inflorescence while using the fruit as an egg laying site. വാസ്പ് ഫിഗ് ഇൻഫ്ലോറസൻസിനെ പോളിനേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ഫ്രൂട്ട് എഗ് ലേയിങ് സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വാസ്പ് എഗ് ലേയിങ് സൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫിഗിന്റെ ഇൻഫ്ലോറസൻസിനെയാണ്. അപ്പോ വാസ്പിന് ആവശ്യമുള്ള ഒരു എഗ് ലേയിങ് സൈറ്റും കിട്ടും. അതേസമയം ഫിഗിനാണെങ്കിൽ ഫിഗിന് പോളിനേഷൻ നടക്കും.
ഇത് രണ്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഫിഗും വാസ്പും തമ്മിൽ ഒരു ടൈറ്റ് 1-to-1 റിലേഷൻഷിപ്പ് ആണ് നടക്കുന്നത്. ഇതില് എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ നോക്കിക്കോളുക, ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is incorrect. Statement 1 is incorrect, statement 2 is correct. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്, അല്ലെ? അതായത് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് ആണ്. അതായത് വാസ്പ് പോളിനേറ്റ് ചെയ്യുന്നുണ്ട് ഫിഗ് ഇൻഫ്ലോറസൻസിനെ, ശരിയാണ്. അത് അതിന്റെ ഫ്രൂട്ട് ആണ് എഗ് ലൈൻ സൈഡ് ആയിട്ട്, ശരിയാണ്. അങ്ങനെ വരുമ്പോ ഫിഗും വാസ്പും തമ്മിൽ ഒരു ടൈറ്റ് 1-to-1 റിലേഷൻഷിപ്പ് ഉണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല. വിച്ച് ഫൈലം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാട്ടർവാസ്കുലർ സിസ്റ്റം യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. Which phylum is characterized by watervascular system used for locomotion? Echinodermata ആണ് watervascular system ഉള്ളത് കേട്ടോ. Echinodermata. Animals that possess a notochord as some stages of their development belong to which phylum? ഏത് അനിമലിനാണ് നോട്ടോകോഡ് ഉള്ളത്? അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജില് നോട്ടോകോഡ് കാണിക്കുന്ന ആർക്കാണ്? നമുക്കറിയാം നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോഡേറ്റ എന്നും നോട്ടോകോഡ് ഉള്ളവരെ കോഡേറ്റ എന്നും വിളിക്കും, അല്ലെ? അപ്പൊ ഇതില് നോട്ടോകോഡ് ഉള്ളവരെ കോഡേറ്റ എന്ന് വിളിക്കും. അപ്പൊ കോഡേറ്റ ആണത്. കോഡേറ്റ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? സെഫലോകോഡേറ്റ എന്ന് പറഞ്ഞാല് നോട്ടോകോഡ് സെഫാലിക് റീജൻ, തല മുതൽ വാല് വരെ ഉള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും നോട്ടോകോഡായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നതുമാണ് സെഫലോകോഡേറ്റ. സെഫാലിക് റീജൻ എന്ന് പറഞ്ഞാൽ തല. രണ്ടാമത് യൂറോകോഡേറ്റ, ലാർവയുടെ ടെയിലില് മാത്രം നോട്ടോകോഡ് ഉള്ളതിനെയാണ് യൂറോകോഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളം ആയാൽ അതിനെ നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് പറയും, അല്ലെ? ഇത് മൂന്നും ഓർക്കുക. എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് ആണോ? അല്ല. ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്, ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം കോഡേറ്റ്സിനെ യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. All vertebrates are chordates. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a cold blooded അല്ലെങ്കിൽ ectothermic animal? cold blooded animals ആരൊക്കെയാണെന്ന് നോക്കാം. cold blooded animals എന്ന് പറഞ്ഞാൽ cold blooded അല്ലെങ്കിൽ poikilotherm എന്ന് നമുക്ക് പറയാം. poikilotherm എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ലാത്തവരെയാണ് നമ്മൾ poikilotherms എന്ന് പറയുന്നത്. അവരുടെ ബോഡി ടെമ്പറേച്ചർ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കോൾഡ് ബ്ലഡ് അല്ലെങ്കിൽ poikilotherms എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവരെയാണ് വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഹോമിയോതേംസ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവര് ബേർഡ്സും മാമൽസും ആണ്. ഇതിനകത്ത് ബേർഡ്സ് ആരാണ് മാമൽസ് ആരാണെന്ന് നോക്കിയാൽ മതി. ബേർഡ്സും മാമൽസിനെ നോക്കിക്കഴിഞ്ഞാല് അവര് വാം ബ്ലഡഡ് ആണ്. ബാക്കി ഉള്ള ആൾക്കാർ മുഴുവൻ കോൾഡ് ബ്ലഡഡ് ആണ്. ഫിഷസ് കോൾഡ് ബ്ലഡഡ് ആണ്. ആംഫീബിയ കോൾഡ് ബ്ലഡഡ് ആണ്. റെപ്റ്റൈൽസ് കോൾഡ് ബ്ലഡഡ് ആണ്. ഇവർ മൂന്നും കോൾഡ് ബ്ലഡഡ് ആണ്. ഇല്ല, സ്പാരോ ബേർഡ് ആണ്, വാം ബ്ലഡഡ് ആണ്. ബ്ലൂ വെയിൽ മാമൽ ആണ്, വാം ബ്ലഡഡ് ആണ്. പെൻഗ്വിൻ പക്ഷിയാണ്, വാം ബ്ലഡഡ് ആണ്. ക്രൊക്കഡൈൽ ഇസ് എ റെപ്റ്റൈൽ, ഇറ്റ് ഈസ് എ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് അല്ലെങ്കിൽ poikilotherm. Flying cells are the excreted structures found in which group? നമ്മൾ അത് കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം സെൽസിന്റെ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഫ്ലിക്കറിംഗ് ഓഫ് എ ഫ്ലെയിം പോലെ തോന്നും അത്ര. അതിന്റെ അനക്കം കണ്ടു കഴിഞ്ഞാൽ തീ അനങ്ങുന്നത് പോലെ തോന്നുന്നുകൊണ്ടാണ് അതിനെ ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കുന്നത്. ഫ്ലെയിം സെൽസ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഫ്ലാറ്റ്വർംസ്. Which class of animals is characterized by the presence of pneumatic bones? Pneumatic bones അല്ലെങ്കിൽ hollow bones. Hollow bones എന്തിനായിരിക്കും സഹായിക്കുന്നത്? ഫ്ലൈറ്റിനെ സഹായിക്കുന്നതായിരിക്കും അല്ലെ? ഫ്ലൈറ്റ് അഡാപ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് pneumatic bones അല്ലെങ്കിൽ എയർ ഫിൽഡ് ബോൺസ് അല്ലെങ്കിൽ hollow bones എന്ന് പറയുന്നത്. ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സിന്റെ പ്രത്യേകതയാണ്. Sponges belong to which phylum? ഏത് ഫൈലത്തിലാണ് സ്പോഞ്ചസ്? Porifera. Four-bearing animals ആണ് സ്പോഞ്ചസ്. യൂസ്പോഞ്ചിയ, യൂപ്ലക്റ്റല്ല, സ്പോഞ്ചില്ല, ഇതൊക്കെയാണ് സ്പോഞ്ചസിന്റെ എക്സാമ്പിൾ. ഇഡേറിയ അല്ലെങ്കിൽ സിലിണ്ടറേറ്റഡ് എക്സാമ്പിൾ ആണ് ഹൈഡ്ര.
ഫ്രഷ് വാട്ടർ സിലിണ്ടറേറ്റ് ആണ് ഹൈഡ്ര. ഫ്രഷ് വാട്ടർ സിലിണ്ടറേറ്റ് ആണ്. ഫ്രഷ് വാട്ടർ സിലിണ്ടറേറ്റ് ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. അതുപോലെ സി അനിമോൺ, അതുപോലെ സി ഫർ എന്നറിയപ്പെടുന്ന ഒബീലിയ, സി പെൻ എന്നറിയപ്പെടുന്ന പെന്നാറ്റില, സി ഫാൻ എന്നറിയപ്പെടുന്ന ഗോർഗോണിയ, കോറൽസ്, ഇതൊക്കെ സിലിണ്ടറേറ്റഡ് എക്സാമ്പിൾ ആണ്. ടീനോഫറിന്റെ എക്സാമ്പിൾ ആണ് ടീനോ പ്ലാനെ, പ്ലൂറോ ബ്രാക്കി. ബ്രാക്കി ഹെർമസിന്റെ എക്സാമ്പിൾ ആണ് ടിനിയാസോലിയം ഓർ ഫ്ലാറ്റ് വർംസ്. അതുപോലെ തന്നെ ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന അടുത്ത ഗ്രൂപ്പ് ഫാസിയോള ഹെപ്പാറ്റിക്കും. എക്സാമ്പിൾസ് വന്നു. സ്പോഞ്ചസ് ബിലോങ് ടു വിച്ച് ഫൈലം? പോറൈഫറ. വിച്ച് ബോൺ ഈസ് കോമൺലി നോൺ ആസ് ദ നീ ക്യാപ്പ്? നീ ക്യാപ്പ് എന്നറിയപ്പെടുന്ന ബോൺ ഏതാണ്? നീ ക്യാപ്പിനെയാണ് നമ്മൾ പാറ്റല്ല എന്നറിയപ്പെടുന്നത്, അല്ലെ? പാറ്റല്ല, മുട്ടിലെ ചിരട്ട, അതാണ് പാറ്റല്ല. ടിബിയ എന്ന് പറയുന്നത് എന്താണ്? ടിബിയ ഫിബുല എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിലെ ചിരട്ട കഴിഞ്ഞുള്ള ഭാഗമാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഭാഗം, അല്ലെ? കാലില് മുട്ട്, മുട്ടിനെ തൈബോൺ എന്ന് പറയും. ഫീമർ ആണ് തൈബോണ്, തൈബോൺ ആണ് ലാർജസ്റ്റ് ബോൺ, അല്ലെ? പാറ്റല്ല എന്ന് പറയുന്നത് നീ ക്യാപ്പ് ആണ്. ഈ ക്യാപ്പിന് താഴെയുള്ളതാണ് ടിബിയ ഫിബുല, സിമിലർ ടു റേഡിയസ് ആൻഡ് അൾന. കയ്യിൽ കാണുന്ന റേഡിയസിനും അൾനയ്ക്കും സിമിലർ ആയിട്ടുള്ള സാധനം. കയ്യിലെ ബോണിന്റെ പേരറിയാന്ന് വിചാരിക്കുന്നു. ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്. ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. 1, ഇവിടെ 2, ഇവിടെ 8, ഇവിടെ 5, ഇവിടെ 14. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹാൻഡ് ഈസ് 30. ഈ കയ്യിൽ 30, 30, 60. കാലിലും അതുപോലെ തന്നെയാണ്. തൈബോൺ 1, നീ ക്യാപ്പ് അല്ലെങ്കിൽ പാറ്റല്ല 1, അതിന് താഴെ ടിബിയ ഫിബുല, പാൾസർ ഇടുന്ന ഭാഗത്ത് ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. ഫീമർ അല്ലെങ്കിൽ തൈബോൺ 1, നീ ക്യാപ്പ് അല്ലെങ്കിൽ പാറ്റല്ല 1, അതിന് താഴെയുള്ള ടിബിയ ഫിബുല 2, പാൾസർ ഇടുന്ന ഭാഗത്ത് ടാർസൽസ് 7, പാദത്തിലെ മെറ്റാടാർസൽസ് 5, വിരലുകളിലെ ഫലാഞ്ചസ് 14. കാലില് 30, 30, 60. കയ്യിലും കാലിലും കൂടെ 120 ബോൺസ്. ഈ കൈയിനെ ഇവിടോട്ട് ജോയിൻ ചെയ്യുന്നത് പെട്രൽ ഗേർഡിലാണ്. കോളർ ബോണും ഷോൾഡർ ബോണും, ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല. അത് ഇവിടെ 2, ഇവിടെ 2, 2, 2, 4, 124, 124. പിന്നെ കാലിനെ നമ്മുടെ ബോഡിയോട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഹിപ്പ് ബോൺസ് ആണ്. അത് ഒരു സൈഡിലൊന്ന്, മറ്റേ സൈഡിലൊന്ന്. അപ്പൊ അതും കൂടെ കൂട്ടുമ്പോ 124, 126. ഹിപ്പ് ബോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോക്സൽ ബോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്യൂഷൻ ഓഫ് ഇലിയം, ഇഷിയം, പ്യൂബസ്. ഇലിയം, ഇഷിയം, പ്യൂബസ്, ഈ 3 ബോണ് ജോയിൻ ചെയ്തതാണ് കോക്സൽ ബോൺ അല്ലെങ്കിൽ ഹിപ്പ് ബോൺ എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞത് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ, 126 ബോൺസ് ഉള്ള അപ്പൻഡിക്കുലാർ സ്കെൽറ്റനെ കുറിച്ചാണ് കേട്ടോ. ഇവിടെ ഉത്തരം പാറ്റല്ല അല്ലെങ്കിൽ നീ ക്യാപ്പ് ആണ്. What type of joint is found in the human shoulder and hip? ഹ്യൂമൻ ഷോൾഡറിലും ഹിപ്പിലും കാണുന്ന ജോയിന്റ് എന്താ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞാണ്. How many vertebrae make up the cervical region of the human spine? Human spine cervical vertebrae എത്രണ്ണമാണ്? ഇതിൽ ഉത്തരം പറയാം 7 ആണ്. അതിന് മുമ്പ് ഓർക്കുക C7, T12, L5, S5 and C4. Cervical region, thoracic region, lumbar region, sacral region and caudal അല്ലെങ്കിൽ coccygeal region. ഇത്രയും ബോൺസ് ആണ് നമുക്കുള്ളത്. സർവൈക്കൽ റീജിയൻ 7 എണ്ണം, തൊറാസിക് റീജിയൻ 12 എണ്ണം, ലംബാർ റീജിയൻ 5 എണ്ണം, സേക്രൽ റീജിയനിൽ 5 എണ്ണം ഫ്യൂസ് ചെയ്ത് 1 ആയി മാറിയിട്ടുണ്ട്. കോഡൽ അല്ലെങ്കിൽ കോക്സിജിയൽ റീജിയനിൽ 4 എണ്ണം ഫ്യൂസ് ചെയ്ത് 1 ആയി മാറിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ വെർട്ടിബിൾ കോളം ഈസ് 26. അത് 33 ആയിരുന്നത് 26 കുട്ടികളിലെ ബോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും, അഡൽട്ട് ആകുമ്പോൾ അത് കുറയും. ഇവിടെ നമ്മൾ ആക്സിയൽ സ്കെൽറ്റിന്റെ ഭാഗമാണ് സ്കൾ അല്ലെങ്കിൽ ക്രേനിയത്തിലെ 8 എണ്ണം. അതുപോലെ ഫേഷ്യൽ ബോൺസ് 14, ഹയോയിഡ് 1, ഇയറോസിക്കിൾസ് 6, ടോട്ടൽ 29. ടോട്ടൽ 29, വെർട്ടിബ്രൽ കോളത്തിൽ 26. റിബ്സിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. റിബ്സിന്റെ കാര്യം പറയുമ്പോ ആദ്യത്തെ 7 എണ്ണം ഇറ്റ് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. ഇറ്റ് ഈസ് നോൺ ആസ് ട്രൂ റിബ്സ്. 1 to 7 ട്രൂ റിബ്സ്. അതുപോലെ 8 to 10 false ribs. 11 to 12 floating ribs. ഇതിനെ 1 to 7 നമ്മൾ വേറൊരു പേരും പറയും vertebrosternal ribs. Vertebrosternal ribs 1 to 7. Vertebrochondral ribs
8 to 10. 11 and 12 are known as floating ribs. അപ്പൊ 12 പേർ റിബ്സ് ആണ്. 12 12 24, 24 ഒന്നും 25. 1 എന്ന് പറഞ്ഞാൽ സ്റ്റേണമാണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 80 ബോൺസ്. ആക്സിൽ സ്കെൽറ്റൽ 80 ബോൺ, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൽ 126 ബോൺ, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് 206. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ളത് ബോൺസിന്റെ എണ്ണം അതുപോലെ ജോയിന്റ്സ് ആണ്. 2 ക്വസ്റ്റിൽ കൂടെ ഞാൻ എല്ലാ ബോൺസിന്റെ എണ്ണവും ജോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. What is structural and functional unit of compact bone? Structural and functional unit of compact bone എന്ന് പറയുന്നത് ഓസ്റ്റിയോൺ ആണ്. ഹവേഷ്യൻ കനാൽ നമുക്ക് അറിയാം. ഇതിന് ചുറ്റും ഇങ്ങനെ കനാല് കാണും. അതിനകത്ത് ലാക്കോണ എന്ന് പറഞ്ഞ സ്പേസ് കാണും. ഈ സ്പേസിനകത്താണ് ഓസ്റ്റിയോസൈറ്റ്സ് അല്ലെങ്കിൽ ബോൺ സെൽസ് കാണുന്നത്. ഓസ്റ്റിയോൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which mineral is primarily stored in the bone matrix? എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട എന്താ? കാൽസ്യം. The true ribs in humans are attached directly to the sternum. എത്രയാണ്? First 7, 1 to 7. 1 to 7 ribs are known as true ribs. They are directly attached to the sternum and they are known as vertebrosternal ribs എന്ന് നമ്മൾ പറയപ്പെടുന്നു. ഓൾറെഡി പറഞ്ഞതാണ്. Which gland is often referred to as the master gland? Master gland എന്നറിയപ്പെടുന്ന ഏത് ഗ്ലാൻഡ് ആണ്? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ഇപ്പൊ അറിയപ്പെടാറില്ലെങ്കിലും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ആണ്. പിറ്റ്യൂട്ടറി നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പിറ്റ്യൂട്ടറിയിൽ 2 പാർട്ട് ഉണ്ട്. അഡിനോ ഹൈപ്പോഫൈസസ്. അഡിനോ ഹൈപ്പോഫൈസസ് എന്ന് പറഞ്ഞാൽ അഡിനോ ഹൈപ്പോഫൈസസിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാസ് ഡിസ്റ്റാലിസ്, 2 പാസ് ഇന്റർമീഡിയ. ഈ പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയം ഉണ്ടെങ്കിലും ഇത് മനുഷ്യനിൽ ഓൾമോസ്റ്റ് ഇത് മെർജ്ഡ് ആണ് കേട്ടോ. 2 എണ്ണം ഒന്നുമില്ല, ഒന്നിച്ച് തന്നെ നമുക്ക് പറയാം. ഈ പാസ് ഇന്റർമീഡിയ ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നറിയപ്പെടുന്നത്. പാസ് ഡിസ്റ്റാലിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് GH, പ്രൊലാക്റ്റിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ എന്നറിയപ്പെടുന്ന LH ഉം FSH ഉം. ഓക്കെ, പാസ് ഇന്റർമീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് MSH, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ന്യൂറോ ഹൈപ്പോഫൈസസ്. ന്യൂറോ ഹൈപ്പോഫൈസസ് അല്ലെങ്കിൽ പാൾസ് നെർവോസ എന്നറിയപ്പെടുന്നതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺ ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിനെയാണ് ചൈൽഡ് ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്തത് ഓക്സിറ്റോസിനൊപ്പം തന്നെ പറയുന്ന ഒന്നാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ ആണ് ADH. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്ത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വാസോപ്രസിൻ ഇസ് നോൺ ആസ് ചൈൽഡ് ബർത്ത് ഹോർമോൺ. അതുപോലെ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയും. വാസോപ്രസിൻ ഇസ് നോൺ ആസ് ADH or ആന്റി ഡയോററ്റിക് ഹോർമോൺ. നമ്മുടെ ബോഡിയിലെ വാട്ടറിന്റെ കണ്ടന്റ് കുറയുമ്പോൾ കൂടുതൽ യൂറിൻ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹൈപ്പോതലാമസിലെ ഓസ്മോ റിസപ്റ്റേഴ്സിൽ ഉണ്ടാവുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ADHന്റെ ഡെഫിഷ്യൻസി ആണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്സിറ്റോസിനെയാണ് ചൈൽഡ് ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിനെയാണ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും റിലീസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നിന്നാണ്, ന്യൂറോ ഹൈപ്പോഫൈസസ് നിന്നാണ് അല്ലെങ്കിൽ പാസ് നെർവോസയിൽ നിന്നാണ്. അഡിനോ ഹൈപ്പോഫൈസസ് 2 പാർട്ടാണുള്ളത്, പാസ് ഡിസ്റ്റാലിസ് ആൻഡ് പാസ് ഇന്റർമീഡിയ. പാസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് GH, PRL പ്രൊലാക്റ്റിൻ, TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻസ് അറിയപ്പെടുന്ന LH ഉം FSH ഉം. Insulin and glucagon are hormones. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. Insulin and glucagon are hormones produced by which organ അല്ലെങ്കിൽ which gland? നമുക്കറിയാം പാൻക്രിയാസ് ആണല്ലേ. ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. ലിവർ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. സ്പ്ലീൻ എന്ന് പറയുന്നത് ഗ്രേവിയാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നതാണ്. ഗ്രേവിയാർഡ് ഓഫ് RBC എന്നറിയപ്പെടും. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് എന്നും അറിയപ്പെടുന്നത് സ്പ്ലീൻ ആണ്. ലിവർ സെക്രേറ്റ് സാധനമാണ് ബൈൽ എന്ന് പറയുന്നത്. ബൈലിനകത്ത് നോ ഡൈജസ്റ്റീവ് ജ്യൂസ്. ബൈലിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് ഒന്നും ഇല്ല, പക്ഷെ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, വലിയ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനെ ചെറിയ ഡ്രോപ്ലെറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് എമൽസിഫിക്കേഷൻ. അതിന് സഹായിക്കുന്നതാണ് ബൈല്. അതോടൊപ്പം തന്നെ എക്സസ് ബൈല് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഗോൾ ബ്ലാഡർ.
Which hormone is responsible for the fight or flight hormone? Already പറഞ്ഞതാണ് adrenaline or epinephrine. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, goiter is a condition caused by the deficiency of which element affecting the thyroid gland? Iodine. Iodine എന്ന് പറഞ്ഞാല് iodine എന്ന് പറയുന്ന സാധനം നമ്മുടെ തൈറോക്സിൻ അഥവാ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ ഹോർമോൺ ആണ് T3 and T4 എന്ന് പറയുന്നത്. ടെട്രാ അയോഡോതൈറോണിൻ, ട്രൈ അയോഡോതൈറോണിൻ. ഇത് ട്രൈ അയോഡോതൈറോണിൻ, ഇത് ടെട്രാ അയോഡോതൈറോണിൻ. രണ്ടിനും ആര് വേണം? അയഡിൻ വേണം. അപ്പൊ അയഡിന്റെ കുറവ് വരുമ്പോ ഈ തൈറോക്സിനെ അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിന്റെ ഡെഫിഷ്യൻസി ആണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. Which hormone regulates the sleep-wake cycle, circadian rhythm? ആരാണ്? മെലാറ്റോണിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ ആണ്. Which gland disappears or shrinks significantly after puberty? അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി പറഞ്ഞു, പീനിയൽ ഗ്ലാൻഡിനെ പറ്റി പറഞ്ഞു. പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പുറകിലായിട്ട് കാണുന്ന 4 ലോബ്സിനെയാണ് പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത്. PTH ആണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കാൽസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇത് നമ്മുടെ പാരാതൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന PTH-നോടൊപ്പം അല്ലെങ്കിൽ പാരാതോർമോണിനൊപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോ കാൽസിറ്റോണിൻ രണ്ടുപേരും കൂടെ ചേർന്നാണ് കാൽസ്യം ലെവല് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാൽസ്യം ലെവല് റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് തൈമസ്. തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് കുട്ടികളിൽ വെൽ ഡെവലപ്ഡ് ആണ്. തൈമസ് എന്ന് പറയുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിലാണ് ലിംഫോസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതും മെച്യൂർ ചെയ്യുന്നതും ഒക്കെ. കുട്ടികളിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ തൈമസ് ഗ്ലാൻഡ് അഡൽട്ട് ആവുമ്പോ അട്രോഫിഡ് ആവും. അഡൽട്ട് ആവുമ്പോ നശിച്ചു പോകും, കുറഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഇത് സെക്രീഷൻ ആണ് തൈമോസിൻ. ഈ തൈമോസിനെയാണ് നമ്മൾ യൂത്ത് ഹോർമോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫന്റൈൽ ഹോർമോൺ എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ യൂത്ത് ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ, ഇൻഫന്റൈൽ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അഡൽട്ടിൽ അട്രോഫൈഡ് ആവുന്നതും കുഞ്ഞുങ്ങളിൽ നന്നായി ഡെവലപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? യൂത്ത് ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ അല്ലെങ്കിൽ ഇൻഫന്റൈൽ ഹോർമോൺ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, in human beings, fertilization typically occurs in the uterus, ovary, fallopian tube, vagina. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഓവറി കഴിഞ്ഞാൽ അടുത്ത ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം കളക്ട് ചെയ്യുന്നത് ഫിംബ്രിയാണ്. ആ ഫിംബ്രിയയിൽ നിന്ന് വരുന്ന ഓവം എവിടെ വരും? ഒവിഡക്റ്റിൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ വരും. ആ ഫലോപ്പിയൻ ട്യൂബിൽ വരുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ് ആണ് കേട്ടോ. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ 3 ഭാഗമാണ്: ഇസ്തമസ്, ആംബുല, ഇൻഫന്റിബുലം. അതിൽ ആംബുലയിൽ വെച്ചാണ്, ഫലോപ്പിയൻ ട്യൂബിലെ ആംബുലയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വാട്ട് ഈസ് എ പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ? ഏതാണ് പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ? നമ്മുടെ ബോഡിയിലുള്ള മെയിൽസിൽ കാണുന്ന സെക്സ് ഹോർമോൺസിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജൻസില് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഈ ടെസ്റ്റോസ്റ്റിറോണിനെയാണ് നമ്മൾ പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. The process of releasing a mature ovum അല്ലെങ്കിൽ mature egg from the ovary is known as ovulation. Menstruation നിങ്ങൾക്ക് അറിയാം, funeral of the unfertilized ovum or weeping of the womb. Fertilization എന്ന് പറഞ്ഞാൽ fusion of male and female gamete. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റുല, ഹ്യൂമൻ ബ്ലാസ്റ്റുലയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റില് 2 ടൈപ്പ് സെൽസ് ഉണ്ടാവും. ഔട്ടർ പാർട്ടിൽ കാണുന്ന സെൽസിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രോഫോബ്ലാസ്റ്റിന്റെ ഇവിടെ ഇന്നർ സെൽ മാസ് ഉണ്ടാവും. ഈ ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്താ ക്വസ്റ്റ്യൻ? The process of releasing of mature ovum from the ovary is known as ovulation. അടുത്ത ക്വസ്റ്റ്യൻ, which part of the sperm contain enzyme to penetrate the egg? അക്രോസോം. അക്രോസോം എന്ന് പറഞ്ഞാൽ സ്പെർമിന്റെ ഒരു ഹെഡ് ഉണ്ട് ഇങ്ങനെ അല്ലെ, സ്പെർമിന്റെ ഹെഡ് ഉണ്ട്. ആ ഹെഡില് ഇവിടെ കാണുന്ന കാപ്ലെക്സ് സ്ട്രക്ചറിനെയാണ് അക്രോസോം എന്ന് പറയുന്നത്. ഇതാണ് ന്യൂക്ലിയസ്. ഇവിടെ ഒരു മിഡിൽ പീസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ടാക്കിയ ഒരു മിഡിൽ പീസ് ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ
എനർജി വേണ്ടി വരുന്നത് മൂവ്മെന്റിനാണ്. ആ മൂവ്മെന്റ് ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, ഇത് ടെയിൽ റീജിയൻ. ലാഷി മൂവ്മെന്റ് കൊണ്ടാണ് ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് സ്പേംസ് ഉള്ളിടത്തുനിന്ന് ഫലോപ്പിയൻ ട്യൂബിൽ ഒരു 100 ഓഫ് സ്പേംസ് എത്തുകയും അതിൽ ഒരു സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ഇത് അക്രോസോം എന്ന് പറഞ്ഞ ലിറ്റിക് എൻസൈംസ് ഉള്ളതാണ്. അതായത് ഈ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്ത് ന്യൂക്ലിയസ് പുറത്തേക്ക് വരണമെങ്കിൽ അക്രോസോമില് ലിറ്റിക് എൻസൈംസിന്റെ സഹായം വേണം. വിച്ച് പാർട്ട് ഓഫ് ദ സ്പേം കണ്ടെയ്ൻ എൻസൈംസ് ടു പെനിട്രേറ്റ് ദ എഗ്? അക്രോസോം. Asexual reproduction. Asexual reproduction involving the growth of new individuals from a small projection of the parent's body is known as budding. ചെറിയ ചെറിയ ബഡ്സ്, ഹൈഡ്രയിലൊക്കെ ചെറിയ ചെറിയ ബഡ്സ് ഉണ്ടാവും. ആ ബഡ്സ് അവിടെ നിന്ന് ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി ഗ്രോൺ ആകുമ്പോൾ അത് പാരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് എന്തായി മാറും? അത് പാരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് പുതിയ ഓർഗാനിസമായി മാറുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Which layer of the uterus is shed during the menstrual cycle? Myometrium, perimetrium, endometrium, epimetrium. നിങ്ങൾക്ക് അറിയാം endometrium is rich in blood vessels. ആ blood vesselsല് endometriumത്തിന് ബേബിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബേബി വന്നില്ല എന്നുണ്ടെങ്കിൽ ഫീറ്റസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എംബ്രിയോ വന്നില്ല എന്നുണ്ടെങ്കിൽ endometrial walls blood vessels റപ്ചർ ചെയ്ത് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ menstrual cycle എന്ന് പറയുന്നത്. endometrium ആണ് റൈറ്റ് ആൻസർ. In flowering plants, the male reproductive part is known as male reproductive part എല്ലാവർക്കും അറിയാം. ഇതെന്താ? ഫിലമെന്റ്. ഫിലമെന്റ് അറ്റത്ത് എന്താ? ആന്തർ അല്ലെ? സ്റ്റേമൻ, ഫിലമെന്റ്. ഈ ഭാഗത്തിനെയാണ് നമ്മള് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആന്തർ കാണുന്നത് അല്ലെ? ആന്തർ. ആന്തർ ആണ്. ആന്തർ എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് കാണുന്നത്. സ്റ്റേമനകത്താണ് ആന്തറും ഫിലമെന്റും ഉള്ളത്. സ്റ്റേമനകത്താണ് ആന്തറും ഫിലമെന്റും ഉള്ളത്. സ്റ്റേമനെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത് അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ട്യൂബ്, ഇവിടെ സ്റ്റിഗ്മ, ഇത് സ്റ്റൈല്, ഇത് ഓവറി. ഓവറിക്കകത്താണ് ഓവ്യൂൾസ് കാണുന്നത് അല്ലെ? ഓവറിക്കകത്താണ് ഓവ്യൂൾസ് കാണുന്നത്. ഈ പറഞ്ഞ ആന്തറിലുള്ള പോളൻസ് ഈ സ്റ്റിഗ്മയിൽ വന്ന് വീഴുമ്പോഴാണ് പോളിനേഷൻ നടക്കുന്നത്. അങ്ങനെ ഈ പോളൻ ട്യൂബ് താഴത്തേക്ക് വന്ന് മെയിൽ ഗ്യാമിലുള്ള പോളൻ ട്യൂബ് താഴത്തേക്ക് വന്ന് ഓവറിയുമായിട്ട് ചേരുന്നു. ആ മൂവ്മെന്റ് നമ്മൾ കീമോട്രോപ്പിസം എന്ന് പറയും. ഓർമ്മയുണ്ടോ? കെമിക്കലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതിനാണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും കാണാൻ നമുക്ക് കേട്ടറ്റിന്റെ ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ പോലും LPUP-ക്ക് വേണ്ടിയിട്ടുള്ള റിവിഷനുമായിട്ട് അല്ലെങ്കിൽ LPUP-യുടെ ലൈവ് ആയിട്ട് LPUP-യുടെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നമ്മുടെ മുമ്പിലുള്ള കേട്ടിട്ട് എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ട് നിങ്ങളിപ്പോ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചാണ് പോണെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങി വരാൻ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്.